പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയിലെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു വീഡിയോയുമായി നിങ്ങളോടൊപ്പം കടന്നു വരുന്നതിന് സ്വർഗത്തിലെ ദൈവം ഒരുക്കത്ത നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ നാൾ വഴികളെക്കുറിച്ചും അനേക പ്രിയപ്പെട്ടവരുടെ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ കർത്താവ് സഹായിച്ചു. ഇന്നും നിങ്ങളോടൊപ്പം കർത്താവിൻ്റെ രക്തത്താലും വചനത്താലും വീണ്ടെടുക്കപ്പെട്ടതായ ഒരു ദൈവമനുഷ്യൻ നിങ്ങളോട് സാക്ഷ്യം പറയുവാനായി കടന്നു വന്നിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസനെ പരിചയപ്പെടുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ നിങ്ങൾ കാണുക. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ മുഹമ്മദ് അഷ്റഫാണ്. കർത്താവിൻ്റെ ദാസനെ നമുക്ക് ക്ഷണിക്കാം. കർത്താവിൻ്റെ ദാസൻ മുഹമ്മദ് അഷ്റഫ് അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം സാക്ഷ്യം പറയുന്നതിന് ഞങ്ങൾ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കർത്താവിന്റെ ദാസനെ ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? വീട്ടിൽ ആരൊക്കെയുണ്ട്? പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ഈ അരോമ ടി വിയുടെ ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾ ഓരോരുത്തരുടെ മധ്യത്തിൽ കടന്നു വരാൻ കർത്താവ് തന്ന വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് ഓൾറെഡി പാസ്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. മുഹമ്മദ് അഷ്റഫ് എന്നാണ് എൻ്റെ പേര്. വീട്ടില് എൻ്റെ വൈഫ് സെമിന അഷ്റഫ്, 3 കുഞ്ഞുങ്ങള്, 3 ആൺപിള്ളേരാണ്. അവരെല്ലാം ഇപ്പോൾ ഓൾമോസ്റ്റ് 26 വയസ്സും 23 വയസ്സും ഒക്കെ ആയി. കർത്താവിന്റെ കൃപയാൽ അനുഗ്രഹിക്കപ്പെട്ട് മുമ്പോട്ട് പോകാൻ കർത്താവ് തന്ന വലിയ കൃപയ്ക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നിങ്ങളുടെ മധ്യത്തിൽ കടന്നു വരുവാൻ കർത്താവ് നൽകിയ ഈ ഒരു അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസൻ ദാനിയൽ ജോണിനായിട്ട് പ്രത്യേകം കർത്താവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഈ അരോമ ടി വിയും അവരുടെ പ്രവർത്തനവും കർത്താവിനെ ഉയർത്തുവാനായിട്ട് അവര് ഇടുന്ന ഓരോ എഫേർട്ടിനായിട്ടും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തില് തന്റെ വരുന്ന നാളുകളിൽ കർത്താവ് വലിയ കൃപ അവരുടെ മേൽ ചൊരിഞ്ഞ് അനേക ആത്മാക്കളെ നേടുവാൻ തക്കവണ്ണം എന്റെ യേശുവിന്റെ ആ സുവിശേഷത്തെ അറിയിക്കുവാനും സത്യവചനത്തെ ജനത്തിന് കൊടുക്കുവാനും ധാർമ്മികതയിലും നീതിയിലും ജനത്തെ നടക്കുവാൻ കർത്താവിന്റെ ഉപദേശത്താൽ ജനത്തെ നയിക്കാൻ കർത്താവ് കൊടുക്കുന്ന വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവദാസന്റെ ഇൻട്രഡക്ഷന് വളരെ സന്തോഷത്തോടെ ഞങ്ങള് സ്വാഗതം ചെയ്യുന്നു. അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം തുടർന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, കർത്താവിനെ കണ്ടുമുട്ടാനിടയായി തീർന്ന സാഹചര്യങ്ങൾ, അതുപോലെ മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, ബാല്യകാലം, വിദ്യാഭ്യാസം, വിവാഹം, തുടർന്ന് ദൈവദാസൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം തുടർന്ന് സംസാരിക്കാം. താങ്ക് യു പാസ്റ്റർ. ഒരിക്കൽ കൂടി എന്നെ കാണുന്ന ശ്രവിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം അറിയിക്കുന്നു. ഒരു നിമിഷം ഒന്ന് ഒറ്റ വാക്കിൽ പ്രാർത്ഥിച്ചിട്ട് മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. പിതാവെ, ഞങ്ങൾ അളവില്ലാതെ സ്നേഹിക്കുന്ന സ്വർഗത്തിലെ അപ്പാ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് കർത്താവ് ജനത്തിന്റെ മുമ്പിൽ അങ്ങയുടെ സാക്ഷിയായിട്ട് അടിയിൽ നിൽക്കുമ്പോൾ കർത്താവിന്റെ വചനം പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിച്ച് ജെറുസലേമിലും യഹൂദിയയിലും ശമരിയയിലും ലോകത്തിന്റെ അറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷികളായി മാറുമെന്ന് തന്റെ വചനത്തെ ഓർത്തുകൊണ്ട് ഇന്ന് കർത്താവിന്റെ നാമത്തില് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. എന്റെ പേര് ഓൾറെഡി പാസ്റ്റർ പറഞ്ഞു കഴിഞ്ഞു. ആ പേരുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, ഞാൻ കർത്താവിനെ അറിയാത്ത ഒരു മതസംഹിത എന്ന് ആണ് ഞാൻ കടന്നു വരാൻ സാഹചര്യമായത്. കോട്ടയം ജില്ലയില് ഏറ്റുമാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ താമസിച്ചത്. ഞങ്ങളുടെ വീട് അവിടെയാണ്. പക്ഷെ ഞാൻ ബോൺ ആയതൊക്കെ ചങ്ങനാശ്ശേരിയിലായിരുന്നു. 2003 യേശുവിനെ അറിയുവാനായിട്ട് കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകിയത്. ഞങ്ങൾ യേശുവിനെ തേടി ചെന്നതല്ല, യേശു ഞങ്ങളെ തേടി വന്നു എന്ന് വേണം പറയാനായിട്ട്. ഹല്ലേലൂയ. നമ്മൾ ഇവണ്ണം വായിക്കുന്നു, ആ ശമര്യക്കാരത്തിന്റെ അടുക്കലേക്ക് അവളുടെ ഹൃദയത്തിന്റെ ഭാരം, അവളുടെ പ്രതികൂലത്തിന്റെ മധ്യത്തില്, പ്രശ്നത്തിന്റെ മധ്യത്തില് ഒരു പുരുഷനും അവളെ സഹായിക്കാനില്ലായിരുന്ന സമയത്ത് അവളെ തേടി ഇതാ നസ്രായനായ യേശു കടന്നു വരികയും താൻ മശിഹ എന്ന് ആദ്യം പ്രവാചകൻ എന്ന് വെളിപ്പെട്ടു, പിന്നീട് മശിഹ എന്ന് വെളിപ്പെട്ടപ്പോൾ തന്റെ ദൗത്യം പോലും മറന്നു വെച്ചിട്ട് അവൾ പട്ടണത്തിലേക്ക് ഓടിയെന്ന് നമ്മൾ വായിക്കുന്നു. അങ്ങനെ 2003 കർത്താവിനെ കാണുവാനായിട്ട് ഒരു വലിയ മുഖാന്തരം എന്ന് പറയുന്നത്, ഞാനൊരു ബിസിനസ്സുകാരനായിരുന്നു. സ്റ്റേഷനറി ഹോൾസെയിൽ ബിസിനസ് ആയിരുന്നു ഏറ്റുമാനൂർ തന്നെ. അതുകൂടാതെ ഡിസ്ട്രിബ്യൂഷനൊക്കെ ആയിട്ട് എറണാകുളത്തായിരുന്നു. അപ്പം എനിക്ക് കടയുണ്ടായിരുന്നു ഏറ്റുമാനൂർ. അപ്പൊ അത് അനിയനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി കടന്നു പോകാനായിട്ട് ഇടയായി.
2000-ലാണ് ഞാൻ മൂവ് ചെയ്തത്. പക്ഷെങ്കിൽ 2003 ആയപ്പോഴത്തേന് കമ്പനിയും ഗവൺമെന്റുമായിട്ട് ഒരു കേസ് വന്നിട്ട് കംപ്ലീറ്റ് ഇൻകം സ്ട്രീം ബ്ലോക്കായി. അതുകൂടാതെ കട അനിയനെ ഏൽപ്പിച്ചിട്ട് പോയത് കൊണ്ട് കടയുടെ ബാധ്യത, കാനറ ബാങ്കിന്റെ ബാധ്യത, ലോണൊക്കെ ഉണ്ടായിരുന്നു, ഓടി ലോണ്. എങ്കിൽ ആ സമയം വരെ അതിന്റെ റീപേയ്മെന്റ് ഒക്കെ നടക്കാഞ്ഞത് കൊണ്ട് ഒരു ജപ്തി നോട്ടീസ് വരുവാനായിട്ട് കാരണമായി മാറി. അപ്പോൾ കടയെ അനിയനെ ഏൽപ്പിച്ചത് കൊണ്ട് പക്ഷെ തിരിച്ച് ആ കട പിന്നീട് എനിക്ക് ലഭിക്കാൻ ഇടയായില്ല. അങ്ങനെ രണ്ട് സൈഡിൽ നിന്നുമുള്ള സാമ്പത്തിക പ്രതിസന്ധി, ഇൻകം എല്ലാം ബ്ലോക്കായി. സാധാരണ ബിസിനസ്സുകാർ ചെയ്യുന്നത് പോലെ അവിടുന്ന് ഇവിടുന്നും ഒക്കെ പൈസ കടം വാങ്ങിച്ച് അതിനെ മാനേജ് ചെയ്യാനായിട്ട് നോക്കി. പക്ഷെങ്കിൽ ആ ഒരു കൊല്ലം കടം കൂടിയതല്ലാതെ കടം കുറഞ്ഞില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, എന്റെ വീടിന് ജപ്തി നോട്ടീസായിട്ട്, അതായത് അറ്റാച്ച്മെന്റ് ആയിട്ട് ഏകദേശം 11 അറ്റാച്ച്മെന്റ് കോർട്ടുകളിൽ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലായിരുന്നു. വളരെയധികം പ്രതികൂലത്തിന്റെ മധ്യത്തിൽ ഓരോ ദിവസം വന്ന് ആൾക്കാർ പൈസ കടം ചോദിച്ചവര് തിരിച്ചു ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ കതവിന് മറിഞ്ഞിരുന്നുകൊണ്ട് ഞാൻ പറയും ഞാനിവിടെ ഇല്ല എന്ന് വൈഫിനെ കൊണ്ട് പറയിക്കുമായിരുന്നു. അതിനുശേഷം ഞാൻ പരിചയമുള്ളവരെ കടന്നു വരുന്നെങ്കിൽ ഞാൻ വീടിന് പുറകെ കൂടെ പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാം എത്രത്തോളം ബുദ്ധിമുട്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ആ സമയത്തൊക്കെ പുറമേ നിന്ന് നോക്കുന്ന ഒരു വ്യക്തിക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ല. കാരണം പുറമേ നിന്ന് നോക്കുമ്പോൾ വലിയ വീടുണ്ട്, വണ്ടിയുണ്ട്, അല്ലെങ്കിൽ സ്ഥലമുണ്ട്, കുടുംബമുണ്ട്, ആൺമക്കള്. അപ്പൊ ഇതൊക്കെ നോക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അതൊന്നും ഗ്രഹിച്ചെടുക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ ഉള്ളം അറിയുന്ന ഒരു കർത്താവുണ്ട്, നമ്മുടെ വേദന അറിയുന്ന ഒരു കർത്താവുണ്ട്. വാചാൻ പറയുന്നു, അവൻ കണ്ണുനീരിനെ മറികടക്കാത്തൊരു ദൈവമാണ്. സ്തോത്രം. അപ്പോൾ ആ കർത്താവിന്റെ സാന്നിധ്യം എനിക്ക് രുചിച്ചറിയുവാനായിട്ട് എനിക്ക് കൃപ നൽകി. പക്ഷെങ്കിൽ ഈ ഒരു പ്രതിസന്ധിയുടെ മധ്യത്തില് ഞാൻ ആ നാളുകളിൽ ഞാൻ ഒരു മുറിക്കകത്ത് കയറി ഞാനിങ്ങനെ താറയിൽ ഇങ്ങനെ കിടന്നുകൊണ്ട് അങ്ങനെ വാവിട്ട് നിലവിളിച്ച് കരയുക. എന്റെ ചോദ്യം ഇത്, ആരുമില്ല എന്നെ ഒന്ന് രക്ഷിപ്പാനായിട്ട്. എനിക്കറിയത്തില്ല, യേശുവിനെ എനിക്ക് അറിയത്തില്ലായിരുന്നു. കാരണം എനിക്കൊരു യേശു മതത്തിന്റെ സ്ഥാപകനാണെന്നൊക്കെ അല്ലാതെ അതിനപ്പുറത്തോട്ട് എനിക്ക് കൂടുതൽ യേശുവായിട്ട് കാരണം പഠിച്ചതൊക്കെ ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചത്. കോട്ടയത്ത് നഴ്സറി മുതൽ ബോർഡിംഗ് സ്കൂളിൽ പഠിച്ചു. സെന്റ് മേരീസ് പുത്തനങ്ങാടിയിലുള്ള, കോട്ടയം ജില്ലയിലെ പുത്തനങ്ങാടിയിൽ സെന്റ് മേരീസ് എന്ന് പറഞ്ഞ സ്കൂളില്, പിന്നീട് MT സെമിനാരി, പിന്നീട് K കോളേജ് മാന്നാനം, അവിടെയൊക്കെ ഞാൻ പഠിച്ച് വളർന്നു വന്നത്. അപ്പം അങ്ങനെ ഒരു ഫ്രണ്ട്സ് ഒക്കെ ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ യേശു ഒരു മതത്തിന്റെ സ്ഥാപനം എന്നല്ലാതെ അതിനപ്പുറത്തോട്ടൊന്നും നമുക്ക് അറിയത്തൊന്നുമില്ല. പക്ഷെ എന്റെ അന്നാളിൽ എന്റെ ചോദ്യം, ആരുമില്ല എന്നെ ഒന്ന് രക്ഷിപ്പാനായിട്ട്. ഞാൻ ദൈവത്തെ കുറിച്ചൊന്നും അല്ല ഓർക്കുന്നത്. അന്നേരം നമുക്കറിയാമല്ലോ, വേദന കൂടുമ്പോൾ നമ്മുടെ മതത്തിന്റെ ചിട്ടകളും ചട്ടങ്ങളും ഒക്കെ കൂടുതലായിട്ട് ചെയ്യുന്ന ആ സമയമാണ്. കാരണം നോയമ്പും സക്കാത്തും ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ, നേർച്ചകള്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആ സമയത്തായിരുന്നു. അപ്പം പക്ഷെ ആ കരച്ചിലിന്റെ മധ്യത്തില് കർത്താവ് ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഇറങ്ങി വരുവാൻ കാരണമായി മാറി. അപ്പം ഇത് മാത്രമല്ല, ഈ ബിസിനസിന്റെ ഉള്ള ഈ തകർച്ച മാത്രമല്ലാതെ തന്നെ മറ്റൊന്ന് രണ്ട് വിഷയങ്ങളൂടെ ഉണ്ടായിരുന്നു. കാരണം 2001 എന്റെ മദർ ഹജ്ജ് ചെയ്തതിന് ശേഷം ബ്രെയിനിൽ ഒരു നെർവ് ബ്ലോക്കായി, ഷുഗർ കൂടിയിട്ട് കംപ്ലീറ്റ് ബെഡ്റിഡനായിട്ട് കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു. അതുകൂടാതെ എന്റെ ഫാദർ, ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുമ്പോഴത്തേന് എന്റെ പിതാവ് വേറെ മാരേജ് ചെയ്ത് കാലിക്കറ്റ് എന്ന് പറഞ്ഞ ദേശത്തേക്ക് പോവാനിട്ടിടയായി. ഞങ്ങൾ 6 മക്കളിൽ ഏറ്റവും മൂത്ത മകനായിരുന്നു ഞാൻ. അപ്പൊ അങ്ങനെയാണ് ഞാൻ ബിസിനസ്സിലേക്ക് കയറാൻ ഇടയായി മാറിയത്. അപ്പം ഞങ്ങൾ 6 പേരും, അതുപോലെ മദർ ഉൾപ്പെടെ 7 പേരുടെ ഉത്തരവാദിത്തം എന്റെ ചുമലിലായി മാറി. അപ്പോൾ അന്നത്തെ ബ്രെഡ് ആൻഡ് ബട്ടറിന് വേണ്ടി തുടങ്ങിയ ബിസിനസ് ഇതാ തകർന്നു വീണിരിക്കുന്നു. അപ്പം ഒരു ഗത്യന്തരമില്ല. ഞാൻ ആകെപ്പാടെ എന്താ പറയാ, എല്ലാം തകർന്നൊരു സ്ഥിതിവിശേഷത്തിലേക്കായി. ഞാൻ ഓർക്കുന്നു, എന്റെ കുഞ്ഞുങ്ങൾ അന്ന് കോട്ടയത്ത് മെരിയൻ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പൊ അവർക്ക് ബിസ്ക്കറ്റ് വാങ്ങിക്കാനായിട്ട്, ബിസ്ക്കറ്റ് ഒരു പാക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാല് 4 പീസ് 2 പേർക്കും കൊടുത്തിട്ട് ചെറിയ ആൾക്ക് 2 പീസ് 2 ബിസ്ക്കറ്റാണ് കൊടുത്തിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു അതുപോലെ പ്രതിസന്ധിയായി മാറി. കാരണം പലിശ കൊടുത്തൊക്കെ അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുക. എന്നാൽ എന്റെ ഈ പേരൻസിന്റെ ഈ സെപ്പറേഷൻ എന്റെ ജീവിതത്തിൽ വലിയ ഇതൊരു ഷോക്കായി മാറി. കാരണം ഞാൻ ഒത്തിരി നാളുകളായിട്ട് ഒരേ ഭവനത്തിൽ തന്നെ 2 കിച്ചൺ, വലിയ വീട്ടില് 2 കിച്ചൺ, ഒന്ന് മദർ ഞങ്ങൾക്കുള്ള കിച്ചൺ, അപ്പുറത്ത് ഫാദർ സെപ്പറേറ്റ് ആയിട്ട് ഒരു കിച്ചൺ. ഫാദർ ഒറ്റയ്ക്ക് കുക്ക് ചെയ്ത് കഴിക്കുന്ന ഒരു സ്ഥിതിവിശേഷം, എപ്പോഴും ശബ്ദവും ബഹളവും, അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ വളർന്നു വന്നത്. അപ്പം അങ്ങനെ ഒരു സാഹചര്യം വന്നതുകൊണ്ട് ഈ ഫാദറിന്റെ ആ ഒരു സെപ്പറേഷൻ അതൊരു ശാപം പോലെ എന്റെ കുടുംബ ജീവിതത്തിലും അത് കടന്നു വരുവാനായിട്ട് കാരണമായി മാറി. കാരണം എന്റെ ജീവിത പങ്കാളിയുടെ പേര് സെമിന അഷ്റഫ് എന്നാണ്. 95-ലാണ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത്. അപ്പോൾ ആ വിവാഹം കഴിഞ്ഞ നാൾ മുതൽ സെമിന ഒരു ഗൾഫുകാരന്റെ മകളായിട്ട് വളർന്നു വന്നു. ഞാനാണെങ്കിൽ ഒരു ബിസിനസ്സുകാരന്റെ മകനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, നഴ്സിന് മുതൽ ബോർഡിംഗ് സ്കൂളിൽ പഠിച്ചതുകൊണ്ട് അപ്പം ഈ ബോർഡിംഗ് സ്കൂളിൽ പഠിച്ച എല്ലാവർക്കും ഉള്ള ഒരു ചെറിയ ചില പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാല്,
നമ്മളൊരു വീട്ടിൽ കയറി വന്നു കഴിഞ്ഞാൽ ഷൂ റാക്കെ വെക്കണം, ഷർട്ട് ആങ്കർ വെക്കണം, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വലിയ ഡിസിപ്ലിൻ ആയിട്ട് ഒക്കെ. സെമിന പക്ഷെ നേരെ തിരിച്ചായിരുന്നു. കാരണം സെമിന ആ ഒരു ഫ്രീഡത്തിൽ വളർന്നു വന്നത് കൊണ്ട് നേരെ ഓപ്പോസിറ്റ്. അപ്പൊ എപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾ വീട്ടിലുണ്ടായിട്ട് വലിയ പൊട്ടിത്തെറി പോലെ ഉണ്ടാകും. അങ്ങനെ പ്ലേറ്റുകള്, ഫോണുകള് ഒക്കെ ആയിട്ട് പറക്കുന്ന ഒരു സ്ഥിതിവിശേഷം. അപ്പം വീടിന്റെ അന്തരീക്ഷം ഭയങ്കര വധിയം. ഞാൻ അങ്ങനെ ഒരു ഡിപ്രഷൻ മൂഡിലേക്ക് ഞാൻ മാറ്റപ്പെടുവാനായിട്ട് ഇടയായി മാറി. കാരണം എന്റെ കുടുംബജീവിതം ഇതുപോലെ തകർന്നു പോകുമോ എന്നൊരു ഒരു വലിയ ഭാരം എൻ്റെ ഉള്ളിൽ വരാനായിട്ട് ഇടയായി മാറി. അത് അങ്ങനെയൊക്കെ ആയിരിക്കുന്ന സാഹചര്യത്തിലാണ് എൻ്റെ ഈ പിതാവിന്റെ ഈ ഒരു സെപ്പറേഷനും ഒക്കെ വന്നിട്ട് വല്ലാത്തൊരു സ്ഥിതിവിശേഷം വന്നു. ഇങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി ഒക്കെ വന്നു. ഒക്കെ ടോട്ടലി ഒരു ഡെസ്പ്, അങ്ങനെ ഒരു നിരാശ പോലെ വന്നിട്ട് ഞാൻ എൻ്റെ ബ്ലേഡ് എടുത്ത് എൻ്റെ കൈകളൊക്കെ ഞാൻ മുറിക്കുമായിരുന്നു. ഇവിടെ എല്ലാം പാടുകൾ കിടക്കുക. അതുകൂടാതെ ഇവിടുത്തെ നേർവ് കട്ടായി സ്കിന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കുകയും ഈ പാടുകളൊക്കെ അതിന്റെ. അപ്പം 2 പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് മേശമേൽ കയറിയ വ്യക്തിയാണ്. പക്ഷെ സ്വർഗത്തിൽ അപ്പൻ എന്നെ നരകത്തിന് വിട്ടുകൊടുക്കാതെ കാത്തു പരിപാലിച്ചതിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഈ വിഷയങ്ങളെല്ലാം കൂടി വന്നപ്പോഴത്തേന് പ്രത്യേകിച്ച് ബിസിനസ്സുകാർ ചിന്തിക്കും പൈസ ഉണ്ടെങ്കിൽ എല്ലാം മാനേജ് ചെയ്ത് പോകാമെന്ന്. പക്ഷെ എല്ലാം കൈവിട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തില് ആയിപ്പോയി. അപ്പം ഈ നിലവിളിയുടെ മധ്യത്തില് കർത്താവ് ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഇറങ്ങി വരുവാൻ കാരണമായി മാറി. കാരണം ഞങ്ങളുടെ ഈ മൂത്ത കുഞ്ഞുങ്ങൾ അവർ ട്വിൻസ് ആണ്, ഇരട്ട കുട്ടികളാണ്. അപ്പം അവര് താഴെയാണ് മറ്റേ ആള് 23 വയസ്സുകാരൻ, ഇപ്പൊ 23 വയസ്സുള്ള. അപ്പൊ അന്ന് അവർ അപ്പർ കേജിൽ പഠിക്കുന്ന ആ ഒരു സമയമാണ് കോട്ടയത്ത് അവർ പഠിക്കുമ്പോഴത്തേന്. അപ്പൊ അവരെ നോക്കാൻ വേണ്ടി ഒരു ഹോം നേഴ്സ് വീട്ടിൽ വരുവാൻ ഇടയായി മാറി. ആ ഹോം നേഴ്സ് തന്റെ ഡ്രസ്സൊക്കെ അരിപ്പെട്ടിയുടെ മേളിൽ എടുത്തു വെക്കുന്ന സമയത്ത് അതിന്റെ കൂടെ ഒരു ബൈബിളും കൂടെ എടുത്തു വെക്കുന്നത് എന്റെ വൈഫ് കാണാനായിട്ട് ഇടയായി മാറി. അപ്പൊ എന്റെ വൈഫ് ചോദിച്ചു, നീ ഒരു ഹിന്ദു കുട്ടിയല്ലേ, നിനക്ക് എവിടെ ഈ ബൈബിള് കിട്ടാനുള്ള റീസൺ? അപ്പൊ അവൾ പറഞ്ഞു, ഞാൻ നിന്ന വീട്ടിൽ അമ്മച്ചി എനിക്ക് തന്നതാ, ചേച്ചിക്ക് വേണമെങ്കിൽ എടുത്തോ എന്ന് പറഞ്ഞ് ഈ ബൈബിള് എന്റെ വൈഫിന്റെ നേരെ വെച്ച് നീട്ടി. പക്ഷെങ്കില് നമ്മൾ ഒരാൾക്ക് ഒരു ബൈബിൾ കൊടുക്കുമ്പോൾ അത് എവിടെ ചെല്ലുമെന്നോ ആർക്കത് ഉപകരിക്കുമെന്നോ ഒന്നും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്കറിയാം, പോൾ യോങ്ങിച്ചോ എന്ന് പറഞ്ഞൊരു ദേവദാസൻ, അദ്ദേഹം മരണക്കിടക്കയിൽ കിടക്കുമ്പോഴത്തേന് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു പെൺകുട്ടി കൊണ്ട് കൊടുത്തൊരു ന്യൂ ടെസ്റ്റ്മെന്റ് കോപ്പിയാണ് അദ്ദേഹത്തെ രൂപാന്തരപ്പെടുത്തി ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഏജിയുടെ സ്ഥാപകനായി മാറിയിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഒരു ബൈബിൾ നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോഴത്തേന് നമ്മൾ അതുകൊണ്ട് ധൈര്യത്തോടെ ഒരു ബൈബിൾ ഒരാൾക്ക് കൊടുക്കാൻ ഒരിക്കലും മടി കാണിക്കരുത്. അതിന്റെ വിലയൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. ഓക്കെ. അപ്പോഴത്തേന് ആ ബൈബിള് കിട്ടി എന്റെ വൈഫ് അത് തിരിച്ചു മറിച്ചൊക്കെ നോക്കി. പക്ഷെ ഒന്നും മനസ്സിലായൊന്നുമില്ല. താൻ ആ ബൈബിള് അലമാരയുടെ മുകളിലോട്ട് അങ്ങ് വെച്ചു. പക്ഷെങ്കിൽ ഈ നാളുകളിൽ എന്റെ വൈഫ് ഒരു ബിസിനസ് ചെയ്യുന്നുണ്ടായിരുന്നു, പേൾസിന്റെ ഒക്കെ. അപ്പം അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കോട്ടയത്ത് ഞങ്ങളുടെ തന്നെ ഫ്രണ്ട്സിന്റെ ഒക്കെ വീട്ടിൽ പോകുമായിരുന്നു. വൈഫിന്റെ ഫ്രണ്ട്സിന്റെ പേര്, ഒരാളുടെ പേര് കുര്യച്ചൻ, കുര്യച്ചന്റെ വൈഫിന്റെ പേര് അൻസു എന്നാണ്. ഈ കുര്യച്ചൻ എന്റെ കൂടെയും പഠിച്ച വ്യക്തിയാണ്. ഞങ്ങൾ നേഴ്സറി മുതൽ ഒരുമിച്ച് പഠിച്ചത്. അപ്പൊ അവരുടെ അടുത്തു നിന്നാണ് ഈ ബിസിനസ് ഡീലിങ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു ദിവസം അവിടെ ചെന്നപ്പോഴത്തേന് അവര് എന്റെ വൈഫിനോട് ചോദിച്ചു, എന്ത് പറ്റി വണ്ടി ഒന്നും ഇല്ലാതെ വന്നത്? അവര് റീസൺ ഇങ്ങനെ ചോദിച്ചു വന്നപ്പോഴത്തേന് ഈ ഫൈനാൻഷ്യൽ പ്രോബ്ലം ഒക്കെ പറയുവാനിട്ടിടയായി മാറി. അങ്ങനെ ആ സഹോദരി പറഞ്ഞു, നോക്കെ, യേശുവിന് നിങ്ങളെ വിടുവിക്കാൻ പറ്റും. അതുകൂടാതെ ഒരു വചനം കൂടെ പറഞ്ഞു, റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 1-ാമത്തെ വചനം, therefore now there is no condemnation in Christ Jesus. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ശിക്ഷാവിധി ഇല്ല എന്നുള്ള വചനം. പക്ഷെ എന്റെ വൈഫിന് അതൊന്നും മനസ്സിലായില്ലെന്ന് പറഞ്ഞു. തിരിച്ച് ബസ്സിൽ ഇങ്ങനെ വരുന്ന വഴിക്ക് എന്റെ വൈഫ് ഇങ്ങനെ ചിന്തിക്കുക. കാരണം ആ നാളുകളിൽ ഞങ്ങളുടെ ഏറ്റുമാനൂരുള്ള ഫ്രണ്ട്സ് ഹിന്ദു ഫ്രണ്ട്സ് ആണ്. അപ്പൊ അവര് ഞങ്ങളെ കൊണ്ട് പൊള്ളാച്ചി എന്ന് പറഞ്ഞ ദേശത്ത് പോകാനായിട്ട് ഇടയായി മാറി. അവിടെ പോയി അസ്ട്രോളജി, അപ്പൊ അസ്ട്രോളജി നോക്കാനായിട്ട് നമ്മുടെ തമ്പ് കൊടുത്തു കഴിയുമ്പോഴത്തേന് അവര് ഓല എടുത്തിട്ട് കംപ്ലീറ്റ് നമ്മുടെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം അവർ പറയുമായിരുന്നു. അപ്പം ഞങ്ങളുടെ ഫ്രണ്ടിന്റെ കൂടെ ഞങ്ങൾ അതും പോയി നോക്കി, അസ്ട്രോളജി നോക്കി. അപ്പം അവിടെ ചെന്ന് ഈ തമ്പ് കൊടുത്ത് അവര് ഓല എടുത്ത് എല്ലാം കറക്റ്റ് കാര്യങ്ങൾ അവരിങ്ങനെ പറയുക. പക്ഷെങ്കില് എനിക്കൊരു കാര്യം മനസ്സിലായത്, അവർ നമ്മുടെ പാസ്റ്റ് മാത്രം അവർക്ക് നമ്മളോട് പറയാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഫ്യൂച്ചർ ഒരിക്കലും അവർക്ക് ഇതിന്റെ പ്രശ്നത്തിന്റെ റെമഡി അവർക്ക് കറക്റ്റായിട്ട് അവർക്ക് അറിയത്തില്ല. അപ്പൊ ഞങ്ങൾ അതും കേട്ടിട്ട് വിശ്വസിച്ചിരിക്കുന്ന സമയമാണ്. അപ്പൊ എന്റെ വൈഫ് വീട്ടിൽ വന്നിട്ട് ഈ സംശയങ്ങളൊക്കെ ആ സഹോദരിയോട് ഫോണിലൂടെ വിളിച്ചു ചോദിക്കും. അപ്പൊ ഫോണിലൂടെ ചോദിച്ചപ്പോഴത്തേന് ആ സഹോദരി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ബൈബിള് വീട്ടിലുണ്ടെന്നല്ല പറഞ്ഞത്. അപ്പൊ എനിക്കൊരു സത്യ ദൈവത്തെ അറിയണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ട് ആ ബൈബിൾ എടുത്തൊന്ന് വായിച്ചു നോക്ക്, കർത്താവിന് നിന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ വൈഫ് ഒരു ദിവസം നമസ്കാരമൊക്കെ കഴിഞ്ഞ് പായിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേന് താൻ മേശമേലിൽ നിന്ന് ബൈബിൾ എടുത്ത്
ചുമ്മാ പ്രാർത്ഥിച്ചിട്ട്, അതായത് എനിക്കൊരു സത്യദൈവം ഉണ്ടെങ്കിൽ എന്നോട് സംസാരിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ പ്രാർത്ഥിച്ചിട്ട് ആ ബൈബിൾ തുറക്കുമ്പോഴത്തേന് യേശാവിന്റെ പ്രവചനഗ്രന്ഥത്തിനകത്ത് താൻ ആദ്യം കാണുന്ന ഒരു വേർഡ് ഇങ്ങനെയാണ്, അതായത് ജോത്സ്യവും ലക്ഷണവിദ്യ ഒന്നും നിന്നെ അന്ത്യനാളിൽ രക്ഷിപ്പാൻ ഉണ്ടാകത്തില്ല, ഞാനോ ജീവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. അപ്പോൾ ആ ഒരു വചനം തന്റെ ഹൃദയത്തിൽ, താൻ അത് കണ്ടപ്പോഴത്തേന് പെട്ടെന്ന് തന്റെ ഉള്ളിൽ ഒരു നടുക്കമായി മാറി. കാരണം ഹൃദയത്തിലെ ചോദ്യത്തിന്റെ ഉത്തരം അന്ത്യകാലത്തിൽ രക്ഷിക്കാനായിട്ട് ഈ ജ്യോത്സ്യത്തിനൊന്നും സാധ്യമല്ല എന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ ആ സഹോദരി അൻസു എന്ന് പറഞ്ഞ ഈ സഹോദരിയെ ഫോൺ എടുത്ത് വെച്ച് വിളിക്കുക. അങ്ങനെ വിളിച്ചു, അവിടുന്ന് സംസാരിച്ചു. അങ്ങനെ റോമർക്ക് ലേഖനം 10-ാം അധ്യായം 9-ാമത്തെ വചനം ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെടുവാൻ കാരണമായി മാറി. സ്തോത്രം. അങ്ങനെ കർത്താവിന്റെ വചനം, കർത്താവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചു, ഹൃദയം കൊണ്ട് നീതിക്കായിട്ടും രക്ഷയ്ക്കായിട്ടും വായ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുവാനായിട്ട് ഇടയായി മാറി. എനിവേ ഒരാഴ്ച കഴിഞ്ഞ ശേഷം പരിശുദ്ധാത്മാവ് നമ്മുടെ ഭവനത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവായിട്ട് ഞാൻ എന്നോട് പറയാണ് യേശു എന്തുകൊണ്ടും, എന്റെ വൈഫ് എന്നോട് പറയും, യേശു എന്തുകൊണ്ടും മറ്റുള്ളവരെക്കാട്ടിലും ഫോളോ ചെയ്യാൻ പറ്റിയ വ്യക്തിയല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, യേശു വന്നു, മതം സ്ഥാപിച്ചു, ആൾക്കാരൊക്കെ ഐഡൽ വർഷിപ്പിലേക്ക് പോയപ്പോഴത്തേന് ദൈവം മറ്റൊരു പ്രവാചകനെ അയച്ചതാണ് ഞാൻ നീ വിശ്വസിക്കുന്നത്. അപ്പൊ ഞാൻ ഇത് ആരാ നിന്നോട് ഇത് പറഞ്ഞത്? പക്ഷെ അപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്റെ ഫ്രണ്ട്സ് ആണ് ഇത് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അവർക്ക് തെറ്റുപറ്റി പോയതാ, അവർക്ക് അറിയാൻ മേലാഞ്ഞിട്ടാ, നമ്മൾ വിശ്വസിക്കുന്നതാണ് റൈറ്റ്. അങ്ങനെ ഞാൻ അവരെ കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞ ഒരു ദിവസം ഞാൻ അവരുടെ വീട്ടിൽ പോകാനായിട്ട് ഇടയായി മാറി. അപ്പൊ ഞാൻ ചെന്ന് നേരെ കുര്യച്ചൻ, എന്റെ സ്കൂൾ ഫ്രണ്ട് തന്നെ ആയതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് MD സെമിനാരിലൊക്കെ പഠിച്ചതാ. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പറയാനായിട്ടുള്ള കാര്യം ദൈവമക്കളെ? അപ്പൊ അവൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അഷ്റഫേ എനിക്കൊരു കാര്യം അറിയാം, യേശുവിന് നിങ്ങളെ വിടുവിക്കാൻ പറ്റും. സ്തോത്രം. ദൈവമക്കളെ, നമ്മൾ സുവിശേഷം ഒറ്റ വാക്കിൽ പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവോടെ പ്രവർത്തിച്ചു കഴിയുക. ഞാൻ പറഞ്ഞു, യേശുവിനെ എങ്ങനെ വിടുവിക്കാൻ പറ്റുക? ഞാൻ പറഞ്ഞു, യേശുവിനെ വിടുവിക്കുമെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന പ്രവാചകനും വിടുവിക്കാമല്ലോ. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നോക്ക്, എനിക്ക് അതൊന്നും അറിയത്തില്ല, പക്ഷെ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ക്രിസ്ത്യ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ജനിച്ചു വളർന്നു വന്നതാ. പക്ഷെ ഞങ്ങളുടെ മമ്മിക്ക് പാർക്കിൻസൺസ് എന്ന് പറയുന്ന രോഗമായിരുന്നു. അപ്പൊ ഞങ്ങള് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു, മമ്മിക്ക് പൂർണ്ണ സൗഖ്യമായി. ഹല്ലേലൂയ. എന്നോട് പറഞ്ഞു, നീ ഒരു പ്രാർത്ഥനയ്ക്ക് വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, പ്രാർത്ഥനയ്ക്കൊന്നും ഞാനില്ല, അല്ല ഞങ്ങൾ വലിയൊരു കൂട്ടം, അപ്പൊ ആ കൂട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ അറിയത്തൊന്നുമില്ല. പക്ഷെ എന്റെ ബുദ്ധി പോയത്, നമ്മളൊരു കൂട്ടത്തിൽ പോയിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് കോട്ടയം ആകുമ്പോഴത്തേന് ഒത്തിരി ആൾക്കാർ അറിയുവാനായിട്ട് ഇടയായി മാറും. അതുകൊണ്ട് ഞാനില്ല. എന്നെ കുറെ നിർബന്ധിച്ചു. അവസാനം എന്നോട് പറഞ്ഞു, നോക്കൊരു കാര്യം ചെയ്യാം, നമുക്കെന്നാ ഒരു ദേവദാസന്റെ വീട്ടിൽ പോകാം. ഓക്കെ. അപ്പൊ എനിക്കും തോന്നി നല്ലൊരു കാര്യമായിട്ട്, കാരണം ബിസിനസ്സുകാർക്ക് ഒരു നേച്ചർ ഉണ്ട്, ഒരു പ്രശ്നത്തിൽ വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഏത് മലയും കയറാൻ തയ്യാറാവും. അപ്പൊ ഞാൻ വിചാരിച്ചു, ഓക്കെ, ദേവദാസിന്റെ അടുത്ത് പോയി ഒന്ന് പ്രാർത്ഥിച്ചേക്കാം. പ്രത്യേകിച്ച് ഞാൻ ഈ നഴ്സറി മുതൽ ഈ ക്രിസ്ത്യൻ സ്കൂളിൽ പഠിച്ചത് കൊണ്ട്, ഞാൻ ഈ പുത്തനങ്ങാടി പഠിക്കുമ്പോഴത്തേനും സ്കൂളിന് നേരെ ഓപ്പോസിറ്റ് ശവക്കോട്ടെ. അത് മാത്രമല്ല, അവിടെ ഒരു കൊച്ചു വണ്ടി വരും ഇങ്ങനെ, ഇന്ന് ഞാൻ നാളെ നീ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊക്കെ കണ്ട് ഭയങ്കര പേടിയാകുന്ന സമയത്ത് സ്കൂളുകാര് അവരെന്നും പ്രാർത്ഥിച്ചിട്ടാണ്, രാവിലെ വൈകുന്നേരം കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് നമ്മൾ ഇന്ന് പാടുന്ന പല പാട്ടുകളും അന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ആ പ്രാർത്ഥിക്കുന്നതിലൊന്നും ഒരു തെറ്റില്ല എന്നൊക്കെ എനിക്ക് തോന്നി. അങ്ങനെ ഞാനും വൈഫും കൂടെ ഒരു ദിവസം പോകാൻ റെഡിയായി. പക്ഷെങ്കില് വൈഫ് എന്റെ കൂടെ വന്നില്ല. കാരണം വൈഫ്, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 95 വിവാഹം കഴിഞ്ഞ് 8 വർഷമായി. 2003 സംഭവം നടക്കുന്നത്. സിവിയർ ആയിട്ട് യൂറിനറി ഇൻഫെക്ഷന്റെ പ്രോബ്ലം ഉണ്ടാവുന്നു. വന്നു കഴിഞ്ഞാൽ ഒരേ സമയം തന്നെ വേർക്കുക, തണുക്കുക, അങ്ങനെയുള്ള സ്ഥിതിവിശേഷമാണ്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ അറിയാം, ബാഡ് യൂറിൻസ് ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെയാണ് ഇത് മെയിൻ ആയിട്ട് വരുന്നത്. അങ്ങനെ അനേക ഡോക്ടേഴ്സിന്റെ അടുത്ത് കൊണ്ടുപോകാനായിട്ട് ഇടയായി മാറി. കങ്ങഴയിൽ പത്രോസ് മുത്തായി, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പല ഡോക്ടേഴ്സ്. ലാസ്റ്റ് ഞങ്ങള് കാരിത്താസിലൊരു ഡോക്ടർ സതീഷ് കുരുള എന്ന് പറഞ്ഞ ഡോക്ടർ, യൂറോളജി സ്പെഷ്യലിസ്റ്റ് ആണ്, അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹം വെല്ലൂരിൽ നിന്ന് വന്നൊരു ഡോക്ടറാണ്. അദ്ദേഹം പറഞ്ഞു കിഡ്നി സ്കാൻ ചെയ്യണം. അങ്ങനെ കിഡ്നി സ്കാനിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോയി, ആവണക്കെണ്ണയൊക്കെ കുടിച്ച് കിഡ്നി സ്കാൻ ചെയ്തു. അദ്ദേഹം റിപ്പോർട്ട് എന്റെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു, നോക്ക്, ഒരു കിഡ്നിക്ക് സൈസ് കുറവായതുകൊണ്ട് അതിന്റെ ഫ്ലാപ്പ് ബെൻഡായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ക്ലീനിങ് പ്രോസസ്സിങ് പ്രോപ്പർ ആയിട്ട് നടക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. അത് മാത്രമല്ല, ബോഡിയിൽ ഒരു ഷുഗർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് അത് ജേംസിനെ പെട്ടെന്ന് അട്രാക്ട് ചെയ്യുന്നത് കൊണ്ടൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ലൈഫ് ലോങ്, ജീവിതകാലം മുഴുവൻ മെഡിസിൻ കഴിക്കണം എന്ന് പറഞ്ഞ് മെഡിസിൻ എഴുതി വട്ടമിട്ട് എന്റെ കൈ തന്നു. എന്നിട്ട് പറഞ്ഞു, എപ്പോഴും നിങ്ങൾ എൻ്റെ അടുത്ത് വരണമെന്ന് കാര്യമില്ല, കാരണം ഇത് ലൈഫ് ലോങ് ഇത് കഴിക്കേണ്ട ഒരു മെഡിസിൻ ആണ്. അങ്ങനെ ഓയിൽമെന്റും അതുപോലെ പിൽസും ഒക്കെ തരാനായിട്ട് ഇടയായി മാറി. അപ്പം അത് സ്റ്റാർട്ട് ചെയ്ത് മുമ്പോട്ട് പോയാൽ മതി. ദൈവമക്കളെ, എപ്പോഴും കാണാൻ വരേണ്ട കാര്യമില്ലെന്ന് പറയുമ്പോൾ, നമുക്ക് ഈ ലോകത്തിലൊരു ഡോക്ടർ നമ്മളെ കണ്ടു മടുക്കുമെങ്കിൽ സ്വർഗത്തിലൊരു ഡോക്ടർ നമ്മളെ മടുക്കാത്തൊരു ഡോക്ടറുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മള് അതും കണ്ടിട്ട്, ഇങ്ങനെ ഡോക്ടറെ കണ്ടിട്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ പെട്ടെന്ന് ഞങ്ങൾ ഈ പോകുന്ന ദിവസം ഈ സിവിയർ ആയിട്ട് യൂറിനറി ഇൻഫെക്ഷൻ പ്രോബ്ലം ഉണ്ടായി. എന്റെ വൈഫ് ഇപ്പോഴും പറയുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അതായത് ബാത്റൂമിലൊക്കെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ
ഇറങ്ങാനായിട്ട് തോന്നത്തില്ല. കാരണം കണ്ടിന്യൂസ് ആയിട്ട് യൂറിന് ഒഴിക്കണമെന്നുള്ളൊരു ബുദ്ധിമുട്ട് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയ സ്ഥിതിവിശേഷമുണ്ട്. അത്ര വലിയ ഒരു വേദനയിലൂടെ കടന്നുപോയ ഒരു കാലയളവായിരുന്നു അത്. അപ്പോൾ അന്ന് ഞങ്ങൾ ഈ പോകുന്ന ഈ 2003 ഈ പർട്ടിക്കുലർ ഈ സമയത്ത് എന്റെ കൂടെ വരാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ ഒറ്റയ്ക്കാണ് ആ ദേവദാസനെ കാണാൻ വേണ്ടി പോയത്. ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേന് എന്റെ ഫ്രണ്ടും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും എന്റെ ഫ്രണ്ടും കൂടെ കൂടി അദ്ദേഹത്തെ കാണാൻ പോകുമ്പോഴത്തേന് ആ വീട്ടിൽ മറ്റൊരു വിസിറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വിസിറ്റർ എനിക്കറിയത്തില്ല അതേപറ്റി കൂടുതലായിട്ടൊന്നും. അദ്ദേഹം പ്രാർത്ഥിക്കാനായിട്ട് എഴുന്നേറ്റു. ഞാനും ആ കൂട്ടത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് എഴുന്നേറ്റ് നിന്നു. പെട്ടെന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഞങ്ങൾ കണ്ണടച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേന് എന്റെ മേൽ കൈവച്ചിട്ട് പറയാം, നിന്റെ ജീവിതം ചില്ലുപോലെ തകർന്നത് ഒരു പാടുപോലും ഇല്ലാതെ യേശു എടുത്ത് കൂട്ടി യോജിപ്പിക്കാൻ പോവാ. ഞാൻ പറഞ്ഞു, ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ അവിടെ മിണ്ടായിരിക്കുക. അപ്പോഴത്തേക്കിന് പിന്നെ പെട്ടെന്ന് അദ്ദേഹം പറയുന്ന വാക്കാണ്, നീ രാത്രി കിടന്ന് കരയുന്നത് സ്വർഗത്തിലെ ദൈവം കാണുന്നുണ്ട്. ദൈവക്കളെ, അതൊരു ഞെട്ടലോട് കൂടിയാണ് ഞാനത് ശ്രമിച്ചത്. കാരണം എന്നെ കാണുന്ന ഒരു ദൈവമോ, കാണാതെ ദൂരത്തിൽ എവിടെയോ ഇരിക്കുന്ന ഒരു ദൈവത്തെ ആരാധിച്ച് വന്ന് എൻ്റെ അടുത്ത് ഒരു വ്യക്തി പറയുന്നു, നിന്നെ കാണുന്ന ഒരു ദൈവം. നമ്മൾ വചനം വായിക്കുന്നു, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറക്കം തൂങ്ങുന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ദൈവത്തെ, ആ ദൈവത്തെ കുറിച്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. പെട്ടെന്ന് ഇദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹം അങ്ങ് പോയി. ആ ഭവനത്തിലെ ദേവദാസനുമായിട്ട് കുറച്ചു നേരം ഞങ്ങള് സംസാരിച്ചു. ഞാൻ ചോദിച്ച ചോദ്യത്തിനൊന്നും അദ്ദേഹത്തിന് മറുപടി ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ പിരിയാൻ നേരത്ത് അദ്ദേഹം പ്രാർത്ഥിച്ചു, ഭാര്യ ഭർത്താവ് രണ്ടല്ല ഒന്നത്രേ, ആകയാൽ കർത്താവ് ഇവർക്ക് സൗഖ്യം കൊടുക്കണം, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഏകദേശം 13 കിലോമീറ്റർ ഇപ്പുറത്തുള്ള എന്റെ വീട്ടിൽ ഞാൻ വരുമ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ വൈഫ് വീടിന്റെ ഫ്ലോർ എല്ലാം ക്ലീൻ ചെയ്ത് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അന്ന് ആ രോഗബന്ധനം, ആ ബാധ, ഹല്ലേലൂയ, എന്റെ ജീവിത പങ്കാളി വിട്ടു പോയതാ. നമുക്ക് അതിനുശേഷം ഇന്ന് 20 വർഷമായി ഇന്നേ വരെ ഒരിക്കൽ പോലും ആ രോഗത്തിന് വേണ്ടിയിട്ട് മെഡിസിൻ കഴിക്കേണ്ടതായിട്ട് എന്റെ കർത്താവ് അനുവദിച്ചില്ല. ആ ബാധയ്ക്ക് പിന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് അടുക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെങ്കില് അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ആ ഒരു കാഴ്ചയാണ് ഞാൻ കാണുന്നത്. പക്ഷെങ്കിൽ ഇത് യേശു ചെയ്തെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം ഞങ്ങൾ മെഡിസിൻ, ഞാൻ പറഞ്ഞില്ല, മെഡിസിൻ കണ്ടിന്യൂ ചെയ്തിട്ട്, അപ്പൊ ഡോക്ടർ ഒരു കാര്യം പറഞ്ഞു, ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 1 മന്ത് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രോബ്ലം ഇനി ഇപ്പൊ ഈ മെഡിസിൻ കഴിക്കുമ്പോഴത്തേന് വരത്തില്ലെന്നല്ല, മെഡിസിൻ കഴിക്കുമ്പോഴത്തേന് അത് 2 മാസം 3 മാസം കുറച്ച് ആ ഒരു ടൈമിന് ഒരു ഗ്യാപ്പ് ഉണ്ടാവുമെന്നല്ലാതെ അതിനപ്പുറത്തോട്ട് അതിനൊരു വ്യത്യാസം ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഇത് ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പം പക്ഷേ എങ്കിലും ഭവനത്തിന്റെ അകത്ത് വലിയൊരു സമാധാനം, ഈ ഒരു സംഭവം കഴിഞ്ഞപ്പോഴത്തേന് ഈ ഭവനത്തിന്റെ അകത്ത് വലിയൊരു സമാധാനം എനിക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. കാരണം ആ നാളുകളിലൊക്കെ ഞാൻ ഓർക്കുന്നു, എന്റെ കുഞ്ഞുങ്ങള് എപ്പോഴും വീഴുകയൊക്കെ ചെയ്യുമ്പോഴത്തേന് അവരുടെ മൂക്കിന്റെ പാല ഒടിയുന്നു, അതുപോലെ തോളല് പൊട്ടുന്നു, അങ്ങനെ പല സംഭവങ്ങൾ നടക്കുന്നു. പക്ഷെങ്കിൽ എന്തോ ഭവനത്തിൽ വലിയൊരു ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം. കടക്കാരാണെങ്കിലും അവര് പൈസ തന്നവര് പറയുന്നു, പിന്നെ വന്നാ മതി, പിന്നെ പൈസ തന്നാ മതി എന്നൊക്കെ പറയുന്ന ഒരു സ്ഥിതിവിശേഷമായി മാറിയിരിക്കുന്നു. എന്തോ കർത്താവിന്റെ വലിയ പ്രവർത്തനം നടക്കുന്നതായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് ആ ദേവദാസനും എന്റെ ഫ്രണ്ടും കൂടെ കൂടി വീണ്ടും വീട്ടിൽ വന്നിട്ട് ഒരു ദിവസം സന്ധ്യാസമയത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചു പറയാം, ഈ വീട്ടിലൊരു മിറക്കിൾ നടക്കാൻ പോവാ. ഞാൻ സത്യത്തിൽ വിചാരിച്ചത് ബിസിനസ്സുകാരനല്ലേ, അപ്പൊ പോകുന്നത് സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഒരു പ്രയോജനം അല്ലെങ്കിൽ സോഴ്സ് എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന്. പക്ഷെ സംഭവിച്ചത് ഇതാണ്, 18 വർഷങ്ങൾക്ക് ശേഷം എന്റെ പിതാവ് 18 വർഷങ്ങൾക്ക് ശേഷം എന്റെ ഭവനത്തിലേക്ക് കടന്നു വരിക. എന്റെ പിതാവ് വന്നിട്ട് എന്റെ അടുത്ത് നിന്നിട്ട് ചോദിക്കുന്നു, ഞാൻ എങ്ങനെ തിരിച്ചു വന്നെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ എന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയാണ്, നിന്റെ പിതാവിനെ മടക്കി കൊണ്ടുവന്നത് ഞാനാ. അകത്തുനിന്ന് പരിശുദ്ധാത്മാവിന്റെ ഒരു ശബ്ദം എനിക്കിങ്ങനെ കേൾക്കാം. പിതാവ് വന്നു, ഭവനത്തിന്റെ അന്തരീക്ഷം മാറി, എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് മാറി, ബ്രദേഴ്സ് എല്ലാം ഒരുമിച്ച് കൂടി. എന്റെ മദർ അപ്പോൾ ബെഡ്റിനായിട്ട് കിടക്കുന്നത്. 2014 എന്റെ മദർ മരിക്കുന്നത്, ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നത്. ഈ 2003 മുതൽ 2014 വരെ എന്റെ പിതാവ് എന്റെ മദറിനെ കെയർ ചെയ്യാനായിട്ടൊക്കെ കാരണമായി മാറി. ദൈവമക്കളെ, ഭവനത്തിന്റെ അന്തരീക്ഷം മാറി. ആ നാളുകളില് ഞാൻ ഈ ബൈബിൾ എടുത്തിട്ട് ഡ്രോ തുറന്നിട്ട് ഡ്രോയ്ക്കകത്ത് വെച്ച് ഇങ്ങനെ നോക്കുമായിരുന്നു, എന്താണ് ഈ എഴുതിയിരിക്കുന്നത്, യേശുവിനെ കുറിച്ച് എന്താണ് എഴുതിയിരിക്കുന്നത് എന്നൊക്കെ ഞാനിങ്ങനെ നോക്കുമായിരുന്നു. കാരണം നമുക്കറിയത്തില്ലല്ലോ, നമ്മള് കർത്താവിൽ വിശ്വസിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും തെറ്റുപറ്റി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം ബുദ്ധിമുട്ടാകത്തില്ലേ. അങ്ങനെ ഈ എന്റെ സാമ്പത്തിക പ്രതിസന്ധി ഒക്കെ ആണെങ്കിൽ എന്റെ പിതാവ് കൊടുത്തു തീർക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓരോരോ ജപ്തി നോട്ടീസുകളും ഓരോരോ കേസുകളും അദ്ദേഹം റീപേയ്മെന്റ് ചെയ്തു. അങ്ങനെ കർത്താവിന്റെ കൃപയാൽ 2 മാസം കൊണ്ട് എന്റെ പ്രശ്നത്തിന് വിടുതൽ ആയി. സ്തോത്രം, ഹല്ലേലൂയ. ദൈവമക്കളെ, കംപ്ലീറ്റ് പ്രശ്നങ്ങൾ മാറി തുടങ്ങി. എന്റെ ഫാദർ പറഞ്ഞു, എനിക്ക് ബിസിനസ് ചെയ്യാനായിട്ട് വീണ്ടും പൈസ തരാം, സപ്പോർട്ട് ചെയ്യാം, അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഞാൻ ഈ വചനം വായിക്കുകയും പ്രസംഗങ്ങൾ ആ സമയത്തൊക്കെ കേൾക്കാൻ തുടങ്ങിയപ്പോൾ യേശുവിനോടുള്ള ആ സ്നേഹം ഞങ്ങളുടെ ഉള്ളത്തിൽ വർദ്ധിക്കുവാൻ ഇടയായി മാറി.
ഞങ്ങൾക്ക് യേശുവിനെ വേണമെന്നുള്ളൊരു ആഗ്രഹം ഞങ്ങളുടെ ഹൃദയത്തിൽ വന്നു. ഞാനും എൻ്റെ വൈഫും കൂടെ അങ്ങനെ കർത്താവിന് വേണമെന്നുള്ള ആഗ്രഹത്തിൽ കർത്താവിനോട് കൂടെ ചേരുവാനായിട്ട് ഞങ്ങൾ സ്നാനമേൽക്കാൻ ഇടയായി മാറി. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷെങ്കില് ഞങ്ങൾ സ്നാനപ്പെട്ട് തിരിച്ച് മടങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേന് സാത്താൻ ഇത് എന്തായാലും അറിയും. എന്റെ വീട്ടിൽ ആദ്യം അറിഞ്ഞത് എന്റെ പിതാവാണ്. എന്റെ പിതാവ് വന്നിട്ട് എന്റെ കോളറിനെ പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ കൊന്നു കളയും. അങ്ങനെ വലിയ വിഷയങ്ങളായി മാറി. എന്റെ ബ്രദേഴ്സ് എനിക്കെതിരായി മാറി. പള്ളിക്കാരറിഞ്ഞു, അവര് പേര് വെട്ടി, അവർ നോട്ടീസ് പ്രിന്റ് ചെയ്തിറക്കി. അതുപോലെ എന്റെ വൈഫിന്റെ വീട്ടുകാർ വന്ന് അവര് ബൈബിൾ എടുത്തുകൊണ്ട് ആറ്റിൽ ഒഴുക്കുന്ന സ്ഥിതിവിശേഷങ്ങളൊക്കെ ആയി മാറി. അവര് ഡിബേറ്റ് സീഡികളുമായിട്ട് അവര് വീട്ടിൽ വരുമായിരുന്നു. 5-6 പേരൊക്കെ മിക്ക ദിവസവും ഡിബേറ്റ് സീഡികളുമായിട്ട് വീട്ടിൽ വരികയും ഞങ്ങളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുക, നിങ്ങൾ വിശ്വസിക്കുന്നത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതുപോലെ അവരുടെ വീട്ടുകാരൊക്കെ വന്ന് ഞങ്ങളെ കമ്പൽ ചെയ്യുക, നിങ്ങൾക്ക് ഞങ്ങൾ ബൈബിൾ എടുക്കാൻ വേണ്ടി നിങ്ങളെ സമ്മതിപ്പിക്കത്തില്ല, ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കത്തില്ല ബൈബിൾ എടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എന്താ സഹായം വേണ്ടത്, നിങ്ങൾക്ക് സാമ്പത്തിക സഹായം വേണോ, നിങ്ങൾ ഗൾഫിൽ പോകണോ, അല്ലെങ്കിൽ എന്താ വേണമെന്ന്, പക്ഷെ ബൈബിൾ എടുക്കാൻ മാത്രം സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ് അവരങ്ങനെ ത്രെട്ടിന്റെ ആ ഒരു ഭാഗത്തേക്ക് നടന്നു. അങ്ങനെ വീട്ടിലാണെങ്കിൽ അവര് കാവൽ നിന്ന്, അതായത് മദറിലൊക്കെ എപ്പോഴും വീട്ടിൽ വന്ന് വീട്ടിൽ തന്നെ താമസിക്കാനായിട്ടൊക്കെ തുടങ്ങി. അങ്ങനെയുള്ളൊരു സ്ഥിതിവിശേഷത്തില് കൊല്ലുമെന്നുള്ളൊരു ഭീഷണി താഴ്ത്തങ്ങാടിയിലാണ് എന്റെ വൈഫിന്റെ വീട്ടുകാര്. അപ്പൊ അവിടുന്ന് അറിയാനായിട്ട് ഇടയായി, കൊല്ലുമെന്നുള്ളൊരു ഭീഷണി, മതത്തിന്റെ ആ ഒരു ഭീഷണി വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഞങ്ങൾക്ക് ആ പട്ടണത്തിൽ നിൽക്കാൻ പറ്റത്തില്ല. ആ നാളുകളിലൊക്കെ വരുമാനമില്ലാതെ ഒത്തിരി ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ ആയി മാറി. വണ്ടികളൊക്കെ സീസ് ചെയ്തു പോവുകയും അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രതിസന്ധിയിലൊക്കെ ആയി മാറി. ദൈവമക്കളെ, അവിടുന്ന് ഞാൻ മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ വലിയ കൃപ ഞങ്ങളെ തൊട്ടു എന്ന് ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. കാരണം ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ, കൊല്ലുമെന്നുള്ള ഭീഷണിയുടെ മധ്യത്തിൽ വീടിന് കാവൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം ബോധ്യമായി, ഈ പട്ടണത്തിൽ നിൽക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞങ്ങൾ 3 കുഞ്ഞുങ്ങളെയും എടുത്ത് ഒരു ദിവസം രാത്രിയിൽ കിട്ടിയ ഡ്രസ്സ് എല്ലാം കൂടെ പാക്ക് ചെയ്ത് രാത്രി അവരുടെ മെയിൻ റോഡില് ഞങ്ങൾക്ക് വേണ്ടി കാവൽ നിൽക്കുമ്പോഴത്തേന് ദൈവമക്കളെ, അവരുടെ കണ്ണിനെ കർത്താവ് മറച്ചിട്ട് ഞങ്ങൾ അതിന്റെ മുമ്പിലൂടെ കർത്താവ് മുമ്പോട്ട് പോകാനായിട്ട്, കാറിൽ ഞങ്ങൾ പോകാനായിട്ട് ഇടയായി മാറി. സ്തോത്രം. ഞാൻ ഇതെല്ലാം ഇന്നത്തെ പോലെ ഞാൻ അതെല്ലാം ഓർക്കുക. ആ രാത്രി ഞങ്ങൾ അവിടുന്ന് നേരെ കോട്ടയം വന്ന് എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ വന്ന് അവിടുന്ന് പാക്ക് ചെയ്ത് പിറ്റേ ദിവസം ആലപ്പി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങള് ലോക്കൽ ടിക്കറ്റ് എടുത്ത് ഞങ്ങള് അവിടെ 3 ടിക്കറ്റ് എടുത്തു, പിള്ളേർക്കുള്ള ടിക്കറ്റുകള്. അപ്പം ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ ആ കൗണ്ടറിൽ ഇങ്ങനെ ചോദിക്കുക, ഞങ്ങൾക്ക് ഒരു റിസർവേഷൻ എങ്കിലും കിട്ടാനായിട്ട് സാധ്യതയുണ്ടോ? അപ്പൊ ആ ലേഡി പറഞ്ഞില്ല, റിസർവേഷൻ ഒന്നും കിട്ടത്തില്ല, കാരണം ഓണം കഴിഞ്ഞ സമയമായതുകൊണ്ട്. അതായത് 2003 സെപ്റ്റംബർ മാസം 24-ാം തീയതിയാണ് അന്നാ ഈ സംഭവം നടക്കുന്നത്. അപ്പോഴത്തേന് ഞങ്ങള് ചോദിച്ചപ്പോഴത്തേന് അവർ ഡിനൈ ചെയ്തു. അങ്ങനെ പക്ഷെ ഞങ്ങൾ ആ ടിക്കറ്റ്, ലോക്കൽ ടിക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോഴത്തേന് സ്ത്രീ എന്നെ കുറെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞാനൊരു നമ്പർ തരാം, അതൊരു ടിറ്റിയുടെ നമ്പറാണ്, അദ്ദേഹം ഇന്ന് ഡ്യൂട്ടിക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്തു തരും. അപ്പൊ എനിക്ക് വലിയ സന്തോഷമായി. ഞാൻ ആ നമ്പർ വാങ്ങിച്ചിട്ട് ഞാൻ ബൂത്തിൽ പോയിട്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അയ്യോ ഞാന് ചേർത്തലല്ല, അതുകൊണ്ട് പെട്ടെന്ന് അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സ്ഥിതിയിൽ അദ്ദേഹം പറഞ്ഞു, ഇന്ന് ഞാൻ ഡ്യൂട്ടിയിലില്ല. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹം പറയും, ഞാൻ ദേ വരുന്നു മോനെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേന് അദ്ദേഹം എന്റെ അടുത്ത് വന്നിട്ട് പറയാം, നമ്മൾ തമ്മിൽ എങ്ങനെയാ പരിചയം? നമ്മൾ പരിചയമൊന്നുമില്ല. അപ്പം പിന്നെ എന്റെ ഉള്ളത്തിൽ തോന്നി, നിനക്ക് വേണ്ടപ്പെട്ട ഒരാൾ, അതുകൊണ്ട് നീ പോണെന്ന് പറഞ്ഞു അദ്ദേഹം തന്റെ സ്വന്തം മാരുതി കാർ ഓടിച്ച് ഏകദേശം ഈ 30 കിലോമീറ്റർ ഓടി ഇവിടെ ഒരു ആലപ്പി വന്ന് അദ്ദേഹം തന്നെ വന്ന ട്രെയിനിൽ ഒരു ബെർത്ത് ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരുവാനായിട്ട് ഇടയായി മാറി. അങ്ങനെ ദൈവമക്കളെ, അവിടെ ആ തുടക്കം മുതൽ എന്ന് ഞാൻ ഭവനത്തിൽ നിന്ന് ഇറങ്ങിയോ അന്ന് മുതൽ ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ മിറക്കിൾസ് മാത്രമാണ് നടന്നിരിക്കുന്നത്, അത്ഭുതം മാത്രമാണ് നടന്നിരിക്കുന്നത്. നമ്മൾ ബൈബിളിൽ വായിക്കുന്ന പോലെ എന്റെ യേശു എവിടെയുണ്ടോ അവിടെ അത്ഭുതമുണ്ട്, അടയാളമുണ്ട്, വീര്യപ്രവൃത്തി ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതത്തിന്റെ ആ ഒരു സ്റ്റാർട്ടിങ് ഞങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങുവാനായിട്ട് ഇടയായി മാറി. അവിടുന്ന് ഞങ്ങൾ ബോംബെയിലുള്ള ട്രെയിനിൽ കയറിയിരുന്നു. അതിൻ്റെ അകത്ത് തന്നെ ഒരു ബെർത്ത് എക്സ്ട്രാ ടി തന്നത് കൂടാതെ എൻ്റെ അകത്തുണ്ടായിരുന്ന ആൾക്കാർ അറേഞ്ച് ചെയ്ത് തന്നു. എനിക്കൊരു ദേവദാസനുമായിട്ട് പരിചയം ഉണ്ടായിരുന്നു ബോംബെയിൽ. അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു, ഇതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ എന്നെ വിളിച്ചാൽ മതി. അങ്ങനെ ഞങ്ങൾ കുർള റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുമ്പോഴത്തേന് ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രദർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഒരു ജോയി എന്ന് പറഞ്ഞൊരു ബ്രദർ. അദ്ദേഹം ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയി അദ്ദേഹത്തിന്റെ വീട്ടില് ഞങ്ങളെ താമസിപ്പിച്ചു. ഒരു വൺ റൂം ഹോൾ കിച്ചൺ ആണ്.
അപ്പം 1 BHK. അപ്പം ആ ഹോളിൽ ഞങ്ങൾ 5 പേരും ഇങ്ങനെ കിടക്കുക. ഞങ്ങൾ മാറ്റ് വിരിച്ച് അതിന് മുകളിൽ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ബ്ലാങ്കറ്റ് വിരിച്ച് ഞങ്ങൾ 5 പേര് കിടക്കുക. 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങളുടെ ഉള്ളിൽ ഭയമായി മാറി. കാരണം എന്ത് ചെയ്യണമെന്നറിയാതെ, വരുമാനമില്ല, കയ്യിലെ പൈസ ഇങ്ങനെ കുറഞ്ഞു പോകുന്നു. ഞങ്ങൾ താഴെ ഗാർഡനിൽ ചെന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് അങ്ങ് കരയുക. ഞങ്ങൾക്ക് ഒരു നിവൃത്തിയുമില്ല. എന്റെ വൈഫ് പറഞ്ഞു നമുക്ക് തിരിച്ചു പോയാലോ. ഞാൻ പറഞ്ഞു അയ്യോ തിരിച്ചു പോകാൻ പറ്റത്തില്ല, നമ്മൾ വന്നത് വന്നു, ഇനി അങ്ങോട്ട് പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. അപ്പം എന്ത് ചെയ്യണമെന്നറിയാം. അന്ന് രാത്രി എന്റെ ജീവിത പങ്കാളിയോട് കർത്താവ് സംസാരിക്കുക, ഈ പട്ടണത്തിൽ നിനക്ക് ഒന്നിനും കുറവുണ്ടാകത്തില്ല, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. സ്തോത്രം, ഹല്ലേലൂയ. അതേ മക്കളെ, അന്ന് എന്റെ വൈഫിന്റെ മേൽ വലിയൊരു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വരികയും അന്ന് അന്യഭാഷയിൽ എന്റെ വൈഫ് അന്യഭാഷ അന്നാ കിട്ടുന്നത്. എനിക്കതിന് മുമ്പ് തന്നെ ഞാൻ ഏറ്റുമാനൂർ വീട്ടില് ഞാനൊരു ഉപവാസ പ്രാർത്ഥനയില് ഞാൻ ഉപവസിച്ചിരിക്കുമ്പോഴത്തേന്, ഞാൻ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോഴത്തേന് 6ാമത്തെ ദിവസം അന്ന് രാത്രി ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ മുറിക്കകത്ത് ഇറങ്ങിയിട്ട് ഞാൻ കതവിന്റെ അവിടെ തെറിച്ചു വീണു. അങ്ങനെ എനിക്ക് അന്യഭാഷ ലഭിക്കാനായിട്ട് ഇടയായി മാറി. ഞങ്ങൾ രണ്ടുപേരും അഭിഷേകം പ്രാപിക്കുക, കർത്താവിന്റെ വലിയ കൃപ ഞങ്ങളുടെ മേൽ ചൊരിയാൻ ഇടയായി. ദൈവമക്കളെ, അവിടുന്ന് ഏകദേശം ഒരു 10-15 ദിവസത്തോളം ഞങ്ങൾ ആ വീട്ടിൽ തന്നെ താമസിച്ചു. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന സമയത്ത് ഒരു ദേവദാസന്, ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു ദേവദാസന് ബോംബെയിൽ വന്ന് ശുശ്രൂഷിക്കാനായിട്ട് കടന്നു വരുവാനായിട്ട് ഇടയായി മാറി. ഡോക്ടർ ബെഞ്ചമിൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഞങ്ങളെ പരിചയമുണ്ട്. ഞങ്ങൾക്ക് അദ്ദേഹത്തെ പരിചയമുള്ളത് കൊണ്ട് ഞങ്ങൾ ആ മീറ്റിങ്ങിന് കടന്നു ചെല്ലുകയും അവിടെ വെച്ച് വലിയൊരു മിറക്കിൾ, അതായത് ഒരു ഫാമിലി ഞങ്ങള് കണ്ട മാത്രമേ ഈ ഡോക്ടർ ഞങ്ങളുടെ സാക്ഷ്യം അന്നത്തെ മീറ്റിങ്ങിൽ അവിടെ പറയാനായിട്ട് ഇടയായി മാറി. ഞങ്ങളുടെ സാക്ഷ്യം കേട്ടപ്പോഴത്തേന് ഒരു അങ്കിള് വന്ന് ഞങ്ങളോട് പറഞ്ഞു, നോക്ക്, ഇന്ന് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേന് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞിട്ട് ഒരു കുടുംബം അവിടെ വരും, ആ കുടുംബത്തിന് നിന്റെ സഹായം ആവശ്യമുണ്ടെന്ന് അങ്കിളിനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഞങ്ങളെ സഹായിക്കാൻ തയ്യാറായി. പക്ഷെങ്കിൽ ഞങ്ങള് ആ ഡോക്ടറുമായിട്ട് അദ്ദേഹം സംസാരിച്ചു. അങ്ങനെ ഡോക്ടറുടെ നിർബന്ധത്താൽ ഞങ്ങൾ ആ സഹായം സ്വീകരിക്കുകയും അവിടുന്നാണ് ഞങ്ങൾക്ക് ബോംബെയിലെ കുർലേൽ വെസ്റ്റില് ഒരു സിംഗിൾ റൂം വാടകയ്ക്ക് എടുക്കുവാനായിട്ട് കർത്താവ് പ്രൊവിഷൻ തന്നു. ഹല്ലേലൂയ. നമുക്കുള്ള ഒരു കാലിയായ വീടാ ഞങ്ങൾ കൊണ്ടുവന്ന രണ്ട് സൂട്ട് കേസ് അല്ലാതെ അതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല. പക്ഷെങ്കിൽ ആ വീട് അവിടുന്ന് മുതൽ കർത്താവിന്റെ അത്ഭുത പ്രവൃത്തികൾ വീണ്ടും ഞങ്ങൾ കാണുക. ആ വീട്ടിലേക്ക് ഈ അങ്കിളിനെ തന്നെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വീണ്ടും ഒരുക്കാനായിട്ട് ഇടയായി മാറി. അങ്ങനെ ബിസിനസ്സിന് വേണ്ടിയിട്ട് വഴികൾ തുറന്നു. അദ്ദേഹം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കാരണമായി മാറി. അവിടുന്ന് ആ നാളുകളിലൊക്കെ ആൾക്കാർ പറയുമായിരുന്നു, നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, കാരണം ബോംബെ എന്ന ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയത്തില്ല, നിങ്ങൾക്ക് പരിചയമില്ല ഇവിടെ ആരെയും. പക്ഷെങ്കിൽ കർത്താവ് നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര് എന്നൊരു വചനം ദൈവങ്ങൾക്ക് അറിയാം. ആ വചനം ഞങ്ങളിൽ പ്രവർത്തിക്കാൻ കാരണമായി മാറി. അങ്ങനെ ഞങ്ങളുടെ ബിസിനസ് ചെറിയ രീതിയിൽ ഞങ്ങൾ ആ നാട്ടിൽ ചെയ്ത അതേ ബിസിനസ് ഞങ്ങൾ ബോംബെയിലും ചെയ്യാനായിട്ട് തുടങ്ങി. ആദ്യം ബൈ ഹാൻഡ് ഒക്കെ ആയിരുന്നു, 1 to 1 ആയിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പോകുന്നിടത്തെല്ലാം ഞങ്ങൾ സാക്ഷ്യം പറയുകയും ഞങ്ങളെ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത രൂപാന്തരങ്ങളൊക്കെ, ഞങ്ങൾക്ക് ലഭിച്ച സാക്ഷ്യങ്ങളും ഒക്കെ. എന്റെ ജീവിതത്തിലും എനിക്ക് സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, കർത്താവ് അതെല്ലാം സൗഖ്യമാക്കി. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാനായിട്ട് ഇടയായി മാറി. അപ്പോൾ ഓരോന്ന് സാക്ഷ്യം ഞങ്ങൾ പറയുകയും അവിടുന്ന് ഞങ്ങളെ മുമ്പോട്ട് കർത്താവ് നയിക്കുവാനായിട്ട് ഇടയായി മാറി. 2003 എന്റെ കുഞ്ഞുങ്ങൾ ഒരു സ്കൂളിൽ പോലും പോയിട്ടില്ല. അവരൊന്ന് അപ്പർ KG-യിലാണെങ്കിലും ഇവിടെ ബോംബെ വന്നിട്ട് അവർ വീട്ടിൽ തന്നെ ഇരിക്കുക. പക്ഷെ 2004 ബോംബെയിൽ ഒരു ടോപ്പ് 10 സ്കൂളിൽ, മസ്കോണ്ടോക്കിലെ സെന്റ് പീറ്റർ എന്ന് പറഞ്ഞ ഒരു ആംഗ്ലിക്കൻ സ്കൂളിൽ കർത്താവ് അവർക്ക് അഡ്മിഷൻ കൊടുത്തു. ICC സിലബസിൽ അവിടെ എല്ലാം വലിയ മിറക്കിളുകളാണ്. അപ്പോൾ അതിന് മുഖാന്തരമൊക്കെ കർത്താവ് വെറും ദർശനത്തിൽ തന്നിട്ട് ഞങ്ങൾ ആ സ്കൂൾ തേടി പോയി കണ്ടുപിടിച്ച് ഒരു വിശ്വാസിയായ പ്രിൻസിപ്പൾ ആയിരുന്നു. അങ്ങനെ ടെസ്റ്റ് എഴുതി അവർക്ക് കിട്ടി. അവിടെ മാനേജ്മെന്റ് കോട്ടയിൽ വലിയ എമൗണ്ട് കൊടുത്ത് ആൾക്കാർ വാങ്ങിക്കുമ്പോഴത്തേനും ഞങ്ങൾക്ക് ഫീസ് കൺസെഷൻ അവിടുന്ന് ലഭിക്കുവാൻ കാരണമായി മാറി. ഹല്ലേലൂയ. അപ്പൊ ഇതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചോളം വലിയ മിറക്കിളുകള്. അങ്ങനെ കുഞ്ഞുങ്ങൾ 2 വർഷം അവിടെ ബോർഡിങ്ങിൽ പഠിച്ചു. പിന്നീട് റയൻ ഇന്റർനാഷണൽ സ്കൂളിൽ അവർ പഠിച്ചു. അങ്ങനെ 10th-ലും 12th-ലും എല്ലാം റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ട് കർത്താവ് മാനിച്ചതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ഇൻലോസ് പറയുമായിരുന്നു, മദറിനെയും ഫാദറിനെയും മക്കളെ കൊണ്ടുപോയി നശിപ്പിക്കാനായിട്ട് കൊണ്ടുപോയിരിക്കുക. പക്ഷെ അവരുടെ സാക്ഷ്യം എന്റെ പേരൻസും ഇൻലോസും ഒക്കെ കേൾപ്പാൻ ഇടയായി മാറി. അതൊക്കെ എന്റെ ജീവിതത്തിലെ വലിയൊരു അത്ഭുതമായിട്ട് ഞാൻ ഇന്നും വിശ്വസിക്കുക. അവിടുന്ന് എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ ബിസിനസ് മുമ്പോട്ട് പോകാനായിട്ട് ഇടയായി മാറി. അങ്ങനെ ബോംബെ, പൂനെ, അഹമ്മദാബാദ്, ഗോവ, ബാംഗ്ലൂർ, ഇങ്ങനെ 5 സ്ഥലങ്ങളിൽ ഞങ്ങൾ ഈ എക്സിബിഷൻസും ഒക്കെ ആയിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കർത്താവിന്റെ കൃപയാൽ 2003 മുതൽ 2007 ഞങ്ങള് പൂനെയിലായിരിക്കുന്ന സമയത്ത് ഞങ്ങളോട് വീണ്ടും എന്റെ വൈഫിനോട് പരിശുദ്ധാത്മാവ് കർത്താവ് സംസാരിക്കുക, നിന്റെ ഈ പട്ടണത്തിൽ നിങ്ങളെപ്പോലെ തകർന്ന അനേക വ്യക്തികളുണ്ട്.
അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഞാൻ രക്ഷിച്ചത്. അതുകൊണ്ട് നിങ്ങൾ എന്റെ സാക്ഷിയായിട്ട് നിൽക്കണം. അപ്പൊ എന്റെ വൈഫ് ഇത് എന്നോട് പറഞ്ഞപ്പോഴത്തേന് ഞാൻ അതിനെ ഡിനൈ ചെയ്തു. കാരണം എനിക്കൊരു ദൈവവേല ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇതിനെ കുറിച്ചൊന്നും എനിക്കറിയത്തില്ല. അതുമല്ല എന്റെ ഉള്ളത്തിലൊരു ആഗ്രഹം ബിസിനസ് ചെയ്ത് വളരണമെന്നായിരുന്നു എന്റെ ഉള്ളത്തിലെ ആഗ്രഹം. അപ്പൊ ഞാൻ അതിനെ ഡിനൈ ചെയ്തെങ്കിലും 2008 ഞാൻ ദൈസർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വീട്ടിൽ എന്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെ പോകാനായിട്ട് ഇടയായി മാറി. ആ ഒരു വിസിറ്റ് ആണ് എന്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ ചെല്ലുമ്പോഴത്തേന് അവര് യങ്സ്റ്റേഴ്സ് ആണ്, ഹസ്ബൻഡും ഉണ്ട്, വൈഫും ഉണ്ട്. അപ്പൊ ഹസ്ബൻഡ് ഹാർട്ട് പ്രോബ്ലം വന്ന വ്യക്തി, വൈഫ് ആണെങ്കിൽ കൈ വെള്ളം തൊടാൻ പറ്റത്തില്ല, കൈ വിണ്ട് കീറുന്ന നേച്ചർ, ഒരു മാത്തോമ ഫാമിലി. അപ്പൊ ഞാൻ അവിടെ ഇരിക്കുമ്പോഴത്തേന് അവരുടെ വീടിന്റെ അകത്ത് ഒരു ആ ടീപ്പോയുടെ അടിയിൽ ഒരു ബൈബിൾ ഇരിപ്പുണ്ട്, അത് പൊടി പിടിച്ചിരിക്കുക. അപ്പോൾ പരിശുദ്ധാത്മാവിനോട് പറയാം, നോക്ക് മെഡിസിൻ അവരുടെ കയ്യിലുണ്ട്, പക്ഷെ അത് എങ്ങനെ എടുത്ത് ഉപയോഗിക്കണമെന്ന് അവർക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ അവിടെ ഒന്നും പറഞ്ഞില്ല. ഞാൻ തിരിച്ച് എന്റെ വീട്ടിലോട്ട് വന്നു. വൈകുന്നേരം ആയപ്പോഴത്തേന് ഞാൻ എന്റെ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുമ്പോഴത്തേന് ഒറ്റ മുറിയുള്ളൂ, ഏകദേശം ഒരു 100 സ്ക്വയർ ഫീറ്റ് അത്രേ ഉള്ളൂ. അപ്പൊ അവിടെ ഇരിക്കുമ്പോഴത്തേന് ഞാനിങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേന് എന്റെ ഉള്ളത്തിൽ അവരെ കുറിച്ചുള്ള ഓർമ്മ വന്നിട്ട് വല്ലാത്തൊരു ഹൃദയത്തിൽ വേദനയായി മാറി. ഞാനിങ്ങനെ കരയുക. ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേന് ദൈവമക്കളെ, എന്റെ വലതു ഭാഗത്ത് ഒരു വ്യക്തി വന്ന് നിൽക്കുന്നത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം, സാന്നിധ്യം എനിക്ക് അനുഭവിക്കാം. പക്ഷെ എനിക്ക് കണ്ണു തുറന്ന കാണത്തില്ല. പക്ഷെ കണ്ണടിച്ചിരിക്കുമ്പോൾ എന്റെ അടുത്ത് ഒരാൾ നിൽക്കുന്നതും മൂവ് ചെയ്യുന്നതും ഒക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എന്റെ അടുക്ക കർത്താവ് വന്ന് നിൽക്കുക. കാരണം നമുക്ക് ഏകദേശം നമ്മുടെ ആ ഹൃദയത്തിൽ കാണുന്ന ഒരു രൂപമുണ്ടല്ലോ, ആ രൂപത്തിൽ നിന്ന് മനസ്സിലായി കർത്താവ് അങ്ങ് വളർന്നിട്ട് അടുത്ത കാല് ബോംബെ വെക്കാൻ പറ്റാത്ത ഒരു ഇത് രീതിയിൽ അങ്ങ് വളരുക കർത്താവ്. നമുക്ക് ഇന്നത് കേൾക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ. അപ്പൊ ഞാൻ ചോദിക്കുക, കർത്താവെ ഞാൻ അവിടെ? കർത്താവ് നീ എന്റെ ഉള്ളം കയ്യിലിരിക്കുക, നീ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ഞാൻ ചെയ്തു തരും. കർത്താവിനോട് പറയുക. അങ്ങനെ കർത്താവും ഞാനുമായിട്ട് സംസാരിക്കുക. കർത്താവ് പറയാ, നോക്ക് നിന്റെ കയ്യിൽ രോഗികൾ സൗഖ്യമാകും, നീ ലക്ഷങ്ങളുടെ മുമ്പിൽ നിൽക്കും. ലോക രാജ്യങ്ങൾ ഞാൻ നിന്നെ അയക്കും. 2007 സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ആ സമയത്ത് കർത്താവിന്റെ വാഗ്ദത്തം ഇങ്ങനെ കർത്താവ് പറയാ, ബാലിന് മുട്ടുമുടക്കാത്ത അനേക ആയിരങ്ങൾ ഈ പട്ടണത്തിലുണ്ട്, നീ എനിക്ക് വേണ്ടി നിൽക്കണം. ദൈവമക്കളെ, അന്ന് ഞാൻ കണ്ണ് തുറക്കുമ്പോഴത്തേന് നേരം വെളുക്കുക. അന്നത്തെ എൻകൗണ്ടർ ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കാൻ കാരണം. സ്തോത്രം, ഹല്ലേലൂയ. ദൈവമക്കളെ, അന്ന് പിറ്റേ ദിവസം രാവിലെ ഞാൻ ആദ്യം സാക്ഷ്യം പറയുന്നത് എന്റെ എന്റെ ലിഫ്റ്റ്മാനോടാണ് ഞാൻ ആദ്യം സാക്ഷ്യം പറയുന്നത്. ഞങ്ങൾ ഇങ്ങനെ വിശ്വാസി വന്നു. കാരണം അതൊരു വലിയ ധൈര്യം, ആ എൻകൗണ്ടർ എന്റെ ജീവിതത്തിൽ ഒരു വലിയ ധൈര്യത്തെ കൊണ്ടുവരാനായിട്ടിടയായി. നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാർക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുമ്പോഴത്തേന്, കർത്താവെ ഞങ്ങൾക്കൊന്ന് നിന്നെ മുഖാമുഖം കാണണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ നിങ്ങൾ പ്രാർത്ഥിച്ചോ, കർത്താവിന്റെ അത്ഭുത പ്രവൃത്തി അവിടെ കാണാൻ പറ്റും. അങ്ങനെ അവിടുന്ന് ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് ഈ മാൽവാനി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പൊ അവിടെ ചാലുകളിൽ ഞങ്ങൾ വിസിറ്റ് ചെയ്യാൻ തുടങ്ങി. ഞങ്ങളുടെ സെർവന്റ് മുഖാന്തരം ആൾക്കാരോട് സുവിശേഷം പറയാൻ തുടങ്ങി. അങ്ങനെ ചില വീടുകളിൽ ഞാൻ ഇന്നും ഓർക്കുന്നു, ഒരു വീട്ടിലാണെങ്കിൽ ഹസ്ബൻഡ് 10 കുപ്പി മദ്യം കഴിക്കുന്ന ഒരു ഹസ്ബൻഡ്, വൈഫാണെങ്കിൽ തന്റെ ദേഹത്ത് ഇവര് തമ്മിൽ എപ്പോഴും ഭവനത്തിന്റെ അകത്ത് വിഷയങ്ങളും ഒക്കെയാ, ദേഹം പൊള്ളിയ ഒരു സ്ഥിതിവിശേഷമൊക്കെയാണ്. അവരൊരു മോളുണ്ട്, ആ മോളാണെങ്കിൽ സ്കൂൾ ഡ്രോപ്പ് ആയിട്ട് സ്കൂളുകാർ പറഞ്ഞ് അവളെ കൊണ്ടുപോയിക്കും, 10th എഴുതാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സ്ഥിതിവിശേഷത്തില് ദൈവമക്കളെ അവിടെയൊക്കെ സാക്ഷ്യം പറയുവാനായിട്ട്, കർത്താവിനെ കുറിച്ച് പറയുവാനായിട്ടൊക്കെ ഉള്ള അവസ്ഥകളുണ്ട്. അങ്ങനെ ചാലിലെ പല വീടുകളും കർത്താവ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നു തന്നു. അവിടെ എല്ലാം വലിയ മിറക്കിളുകൾ. കാരണം ഈ മദ്യപാനിയായിട്ടുള്ള ഈ ഭർത്താവ് മദ്യപാനം നിർത്താൻ ഇടയായി മാറി. സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആയ പെൺകുട്ടി, അവൾ പഠിച്ചു, പിന്നീട് അവിടെ എയറോനോട്ടിക്കൽ പഠിച്ച് ജെറ്റ് എയർവേസിലൊക്കെ ജോലി കിട്ടാനായിട്ട് ഇടയായി മാറി. അങ്ങനെ അനേക വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കി. ചിലരുടെ മുഴ അപ്രത്യക്ഷമായി. അതുപോലെ സുമൻ ചൗധരി എന്ന് പറഞ്ഞ ഒരു പയ്യൻ, അവന് ബോറിവിലി ഒരു സ്കൂളിൽ പഠിച്ചതാ. പഠിച്ചുകൊണ്ട് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ലുക്കീമിയ, അതായത് വൈറ്റ് ബ്ലഡ് കോർപ്പസിന്റെ കൗണ്ട് കൂടിയിട്ട് ലുക്കീമിയ എന്ന് പറയുന്ന ബ്ലഡ് ക്യാൻസർ അവന് വരുവാനിടയായി. അവന്റെ കൂടെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടില് അന്ന് അഡ്മിറ്റ് ചെയ്ത പല കുഞ്ഞുങ്ങളും പല വ്യക്തികളും മരിക്കാനായിട്ട് ഇടയായി മാറി. പക്ഷെങ്കിൽ ഇവന് കീമോ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ മെഡിസിൻ കൊടുത്തു, ഏകദേശം 12 ഗുളികയോളം കൊടുത്തിട്ട്. ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് അതായത് ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ ബോഡി റിജക്ട് ചെയ്യാൻ തുടങ്ങും, വോമിറ്റ് ചെയ്യും. അങ്ങനെ അവനെ കൊണ്ട് അവരുടെ ടീച്ചറാണ് ഞങ്ങളുടെ അടുത്ത് വേണ്ടി പ്രയറിന് വേണ്ടിയിട്ട് വരുന്നത്, ഞങ്ങളെ പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരിക. ദൈവമക്കളെ, കാരണം ഈ മെഡിസിൻ കഴിക്കുന്നുണ്ട്, കീമോ കഴിഞ്ഞത് കൊണ്ട് എവിടെയെങ്കിലും ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ ആ മുറിവിൽ നിന്ന് ദശ ഇങ്ങനെ അലുത്തിറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു. അപ്പോൾ ആ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഞങ്ങള് പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങൾ തയ്യാറായി. അവന്റെ ഇങ്ങനെ ഒരു ടൗല് കെട്ടിയിരിക്കുക. ടൗൽ അഴിച്ചപ്പോഴത്തേന് ഇവിടെ ഒരു മുറിവ് വന്നിട്ട് ഈ ദേശം ഇങ്ങനെ അലുത്ത് വരുന്ന സ്ഥിതിവിശേഷം. കർത്താവിനോട് പറഞ്ഞു, കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ദൈവമക്കളെ, കൈവച്ച് പ്രാർത്ഥിച്ച് പിറ്റേ ആഴ്ച
ആ മകൻ സൗഖ്യമായിട്ട് കടന്നു വരുന്നത്. ഹല്ലേലൂയ. ആ മുറിവ് ഉണങ്ങാൻ കാരണമായി മാറി. അവന്റെ ഹീമോഗ്ലോബിൻ കൂടി. അങ്ങനെ ആ പയ്യന് അവൻ 10th പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചു. സോഫിറ്റൽ എന്ന് പറഞ്ഞ ഹോട്ടലിൽ അവൻ വർക്ക് ചെയ്തു. അവന്റെ പിതാവിന് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിട്ടുള്ള ഒരു പിതാവാണ്. അവരെല്ലാം കർത്താവിനോട് കൂടെ ചെയ്തേ കർത്താവിനെ വിശ്വസിക്കാൻ സ്നാനമേറ്റു. അങ്ങനെ അവർ കൽക്കട്ടയിലേക്ക് മടങ്ങിപ്പോകാൻ കാരണമായി മാറി. അതുപോലെ അനേക അത്ഭുതങ്ങൾ, വളഞ്ഞിരിക്കുന്ന കാല് കർത്താവ് നിവർക്കുന്ന ഞാൻ എന്റെ കണ്ണാൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ബാൻഡ്രയിൽ തുളസിബായി എന്ന് പറഞ്ഞ ഒരു ഗാർമെന്റ്സ് എക്സ്പോർട്ടർ, അദ്ദേഹം തളർന്നു കിടക്കുന്ന അദ്ദേഹം ആ വീട്ടിൽ പോയി പ്രാർത്ഥിക്കാൻ ഇടയായി മാറി. കർത്താവ് വ്യക്തിയെ എഴുന്നേൽപ്പിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ 100 കണക്കിന് മിറക്കിളുകൾ കർത്താവ് എന്റെ കണ്ണാൽ കർത്താവ് എന്നെ കാണിച്ചു തന്നു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ വീട്ടിൽ ആൾക്കാർ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് കടന്നു വരാനായിട്ട് ഇടയായി മാറി. വീടിന്റെ അകത്തേക്ക് കയറാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമായി മാറി. അതുപോലെ ആൾക്കാർ അങ്ങനെ വന്ന് കയറിയപ്പോഴത്തേന് അങ്ങനെ ബോംബെയിൽ 3 ഫെലോഷിപ്പ് ആയിട്ട് കർത്താവ് രൂപാന്തരപ്പെടുത്തി. അതുപോലെ 2 ഫെലോഷിപ്പ്, ഒന്ന് അന്തേരിയിലും ഒന്ന് കല്യാണിലും അതുപോലെ ഒന്ന് പൂനെ എന്ന് പറഞ്ഞ സ്ഥലത്തും. അങ്ങനെ കർത്താവിന്റെ കൃപയാല് 400 പേരുടെ മുകളിൽ സ്നാനപ്പെടുത്താൻ കർത്താവ് എനിക്ക് കൃപ നൽകി. അങ്ങനെ കർത്താവിന്റെ ആ ഒരു വചനം കേട്ടിറങ്ങി തിരിച്ചത് കൊണ്ട് അനേക ആത്മാക്കളെ നേടുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. എന്റെ ജീവിതത്തിലെ സാക്ഷ്യം അനേകരോട് പറയുകയും അനേകർക്ക് അത് എൻകറേജ്ഡ് ആയി മാറുവാനായിട്ട് ഇടയായി മാറി. എന്റെ ജീവിതത്തിലെ എന്റെ വ്യക്തിപരമായ ജീവിതത്തില്, എന്റെ സ്വഭാവത്തിൽ, എന്റെ ചിന്തകളില്, എന്റെ സംസാരത്തിലെല്ലാം മാറ്റം വരുവാൻ കാരണമായി മാറി. ഞാൻ ആ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കൂട്ടുകാർ കൂടി ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുമായിരുന്നു. പക്ഷെ അവിടുന്ന് എല്ലാം കർത്താവിൽ വന്നപ്പോഴത്തേന് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതു സൃഷ്ടിയായെന്ന് പറയുന്നത് പോലുള്ള ഒരു മാറ്റം, ആ ഒരു എക്സ്പ്ലോഡിങ് എന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായി മാറി. ഹല്ലേലൂയ. അവിടുന്ന് കർത്താവിന്റെ വലിയ കൃപ. 2015 കർത്താവ് വീണ്ടും എന്നോട് സംസാരിക്കുക, ലോകത്തിലേക്ക് ഞാൻ നിന്നെ അയക്കാൻ പോവാ. ഈ സമയങ്ങളിൽ ബോംബെയിൽ ബെന്നിഹിൻ വന്നപ്പോഴത്തേന് അവര് കൊയറിന് വേണ്ടി സെലക്ഷൻ നടക്കുക. ബെന്നിഹിൻ വന്നു, നമുക്കറിയാം വലിയ ക്രൗഡാണ് അവിടെ ബാൻഡ്ര കുർള കോംപ്ലക്സിൽ ഗ്യാദർ ചെയ്തത്. അപ്പൊ ആ വലിയ ക്രൗഡില് അവർ 1000 പേരുടെ കൊയറിന് വേണ്ടി സെലക്ട് ചെയ്യുമ്പോഴത്തേന് 999 പേരും അവര് ഇംഗ്ലീഷ് പാട്ട് പാടി സെലക്ട് ചെയ്യുക. ഹല്ലേലൂയ. ദൈവമക്കളെ, അവരെന്നെ സെലക്ട് ചെയ്തത് ഒരു മലയാളം പാട്ട് പാടിയല്ല. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാനൊരു കാര്യം മനസ്സിലാക്കും. നമ്മുടെ ശൂന്യത, നമ്മുടെ അറിവില്ലായ്മ, നമ്മുടെ ഇല്ലായ്മയാണ് യഥാർത്ഥത്തിൽ കർത്താവ് നമ്മളെ ചൂസ് ചെയ്യാനായിട്ട്. കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ ഒന്നും അല്ലേ കർത്താവേ, ഐ എം നത്തിങ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കർത്താവ് ഇറങ്ങി വരുവാൻ. ഹല്ലേലൂയ. അവൻ പാപികളെ തേടി ഭൂമിയിലേക്ക് വന്നു എന്ന് വചനം എഴുതിയിരിക്കുന്നത് പോലെ അവൻ പാപിയായിരുന്ന എന്നെയും എന്റെ കുടുംബത്തെയും അവൻ ചേർത്ത് വെച്ചു. ഞങ്ങളെ കർത്താവിന്റെ സ്നേഹത്ത നിത്യജീവന്റെ വചനം ഞങ്ങൾക്കുള്ളിൽ തരുവാനിട്ടിടയായി മാറി. ഇന്ന് കർത്താവിന്റെ കൃപയാൽ എനിക്ക് പ്രാഗൽഭ്യത്തോടെ പറയാൻ പറ്റും, ഞാൻ നിത്യജീവന് അവകാശിയ ഒരു വ്യക്തിയാണ്. ഞാൻ മാത്രമല്ല, എന്നിലൂടെ അനേകം വ്യക്തികളെ കർത്താവ് ഹല്ലേലൂയ തിരഞ്ഞെടുക്കുവാൻ കാരണമായി മാറി. അങ്ങനെ ആ സ്റ്റേജിൽ ഞാൻ നിൽക്കുമ്പോഴത്തേന് ലക്ഷങ്ങൾ എന്റെ മുമ്പിൽ നിൽക്കുന്നത്, എന്റെ പെർസെപ്ഷൻ, എന്റെ കാഴ്ചപ്പാടിനെ കർത്താവ് മാറ്റുവാനായിട്ടിടയായി മാറി. അന്ന് വലിയ മിറക്കിൾസ് ഒക്കെ കർത്താവ് ചെയ്തു നമ്മൾ കാണുന്നുണ്ട്. സ്തോത്രം. അവിടുന്ന് ഞാൻ മുമ്പോട്ട് പോകട്ടെ. ദൈവമക്കളെ, കർത്താവ് 2015 കർത്താവ് പറഞ്ഞു, നീ ഈ എന്റെ സന്നിധിയിൽ ഇരിക്കണം. അങ്ങനെ 2015 ഞാൻ എന്റെ പേരന്റ് ചർച്ചില് റിസിഗ്നേഷൻ കൊടുത്തിട്ട് ഈ മുഴുവൻ ആൾക്കാരെയും അവരോട് കൂടെ ചേർത്ത് വെച്ചു. ഒരു വ്യക്തിയെ പോലും ഞാൻ എടുത്തില്ല, എന്റെ കൂടെ ചേർക്കാതെ തന്നെ എല്ലാവരെയും ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഞാൻ ദൈവസന്നിധിയിൽ വീണ്ടും ഇരിക്കാൻ തുടങ്ങി. ഞാൻ ഇന്നും ഓർക്കുന്നു, ആ നാളുകളിൽ രാത്രി കാലങ്ങളിൽ ടൈൽസിലൂടെ ഞാനിങ്ങനെ ചാടി നടക്കുക, കർത്താവേ നീ എന്നെ അയക്കണം, നീ അയക്കുന്നിടത്ത് ഞാൻ പോകും, നീ എവിടെയാണോ അയക്കുന്നത് ഞാൻ പോകാനായിട്ട് തയ്യാറാ കർത്താവേ. ദൈവമക്കളെ, കർത്താവിന്റെ അത്ഭുത പ്രവൃത്തി അവിടെ കാണുവാനായിട്ട് ഇടയായി മാറി. കർത്താവ് അങ്ങനെ ദേശങ്ങളിലേക്ക് കർത്താവിനെ അയച്ചു. ഗുജറാത്തിൽ വൽസാഡ്, വാപ്പി എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതുപോലെ മധ്യപ്രദേശിൽ ഭോപ്പാലില്, അതുപോലെ കൽക്കട്ടയിലെ ഹൗറ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അവിടെയൊക്കെ കർത്താവിന്റെ ദർശനം കിട്ടി. പിറ്റേ ദിവസം ട്രെയിനിൽ കയറി അങ്ങ് പോവുക. അതുപോലുള്ളൊരു ആ ഒരു അനോയിന്റിങ് ആണ് കർത്താവ് എന്റെ മേലന്ന് ഇട്ടിരുന്നത്. അതുപോലെ പഞ്ചാബിലെ അമൃത്സർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഹിമാചൽ പ്രദേശിൽ പത്താൻകോട്ടില്, അതുപോലെ ചൈനയുടെ ബോർഡറിൽ അരുണാചൽ പ്രദേശിലെ ട്രൈബ്സിന്റെ ഇടയ്ക്ക് കർത്താവിനെ അയച്ചു. മിഡിൽ ഈസ്റ്റ് ഫുള്ള് കർത്താവിനെ അയച്ചു. ഹല്ലേലൂയ. കർത്താവിന്റെ വാഗ്ദത്തം ഒന്നുപോലും നിവർത്തിക്കാതിരുന്നിട്ടില്ല. കർത്താവ് എനിക്കൊരു വാഗ്ദത്തം അന്ന് തരുമായിരുന്നു. അതായത്, പണ്ടേ ഉള്ളതിനെ ഓർക്കണ്ട, മുമ്പേ ഉള്ളതിനെ നിരൂപിക്കണ്ട, ഞാനിതാ ഒന്ന് പുതിയത് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും, മരുഭൂമിയിൽ ഒരു വഴി, നിർജ്ജന പ്രദേശത്ത് നീരുറവയെ തുറക്കപ്പെടുമെന്ന് ആ വാഗ്ദത്തം വെച്ച് ഞാൻ അന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ കർത്താവിന്റെ കൃപയാൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവമക്കളെ, ആ ഒരു കൃപ എന്റെ
എൻ്റെ മേൽ ഇന്ന് നിലനിൽക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് എൻ്റെ ജീവിത പങ്കാളി ഇന്ന് ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യും. എൻ്റെ വൈഫും ഞങ്ങൾ രണ്ടുപേരും പ്രീച്ചേഴ്സ് ആണ്. ഞങ്ങൾ ഇന്ന് മാൽവാനിയിലും അതുപോലെ ബോറിഗോണിലും ഒക്കെ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇന്ന് ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ കൂടെ ഞങ്ങൾ ചേർന്ന് പ്രവർത്തിക്കുന്നു. അതുപോലെ അനേക വ്യക്തികളോട് ഗുജറാത്തീസിന്റെ മറാഠീസിന്റെ ഇടയ്ക്ക് പ്രവർത്തിക്കുമ്പോൾ അനേകരോട് സുവിശേഷം പറയുവാനായിട്ട്, അനേകരെ കർത്താവിൽ ആദായപ്പെടുത്താൻ കർത്താവ് കൃപ നൽകി. അന്ന് 200 പേര് 250 പേരോട് ഞാൻ എൻ്റെ സാക്ഷ്യങ്ങളൊക്കെ പറയുകയും വചനം പറഞ്ഞെങ്കിൽ ഇന്നിപ്പോൾ കഴിഞ്ഞ ഏകദേശം കൊറോണയുടെ 2 വർഷം ഒഴിച്ച് ബാക്കി ഏകദേശം 6 വർഷമായിട്ട് ഓരോ വർഷം 25,000 30,000 പേരോട് ഞാൻ എൻ്റെ സാക്ഷ്യം പറയുവാനായിട്ട് കർത്താവിന്റെ കൃപ എൻ്റെ മേലിട്ടിരിക്കുന്നതിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ഈ അത്ഭുത പ്രവൃത്തികൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളോടുകൂടെ കർത്താവ് ചെയ്തെടുത്ത ഓരോ കാര്യങ്ങളും കർത്താവ് അത്ഭുതകരമായിട്ട് കർത്താവ് എൻ്റെ ജീവിതത്തിൽ വേറെ ഒത്തിരി ചെറിയ സാക്ഷ്യങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ സമയം ഒട്ടുപോകും. എന്നാലും ഞാൻ 1-2 സാക്ഷ്യം കൂടെ പറഞ്ഞിട്ട്, അതായത് ശൂന്യതയിൽ നിന്ന് കർത്താവ് സൃഷ്ടിക്കുമെന്ന് പറഞ്ഞതിന്റെ ഒരു വലിയ തെളിവ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക. കാരണം ഞങ്ങൾ 2003 വന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഒരു റൂമിൽ 1 റൂം എന്നുള്ള ആ റൂമിൽ താമസിക്കുമ്പോൾ ഞങ്ങളുടെ വീട് കാലിയാ. അന്ന് എനിക്ക് പരിചയമുള്ള ഒരു ഹോമിയോ ഡോക്ടർ ഉണ്ട്, അതായത് പവായില് തങ്കമ്മ ആന്റി എന്ന് പറയും. ആന്റി ഒരു ഇവാഞ്ചലിസ്റ്റും കൂടെയാണ്, മിനിസ്ട്രി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ആന്റിക്ക് ഒരു കാലില്ല, ഒരു കാല് സർജറി ചെയ്ത് പോയതാണ്. ആന്റി അവിടെ IIT-യില് സൂപ്രണ്ടും കൂടെ ആയിരുന്നു. അപ്പൊ ആന്റി ഹോമിയോ ഡോക്ടർ ആയതുകൊണ്ട് ആന്റി ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അഷ്റഫേ ഇവിടം വരെ വരികയാണെങ്കിൽ എൻ്റെ കയ്യിൽ കുറെ വലിയ ഡബ്ബാസ് ഉണ്ട്, ആ ഡബ്ബാസ് ഞാൻ നിങ്ങൾക്ക് തന്നിവിടെ, നിങ്ങൾക്ക് കിച്ചണിന്റെ അകത്തൊക്കെ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എനിക്ക് തോന്നി, കാരണം ആ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഒരു ഇൻകം പോലും തുടങ്ങാത്തൊരു ആ ദിവസങ്ങളില്ല, ഞങ്ങൾ ബോംബെ വന്ന സമയങ്ങളില്ല. അപ്പം ഞാനും എൻ്റെ ട്വിൻസിൽ ഒരാള്, ഞാൻ വാവയെന്ന് അവന് വിളിക്കുന്നത്. അപ്പൊ ഞാനും അവനും കൂടെ കൂടി ഞങ്ങള് അവിടെ ചെന്ന് ആന്റിയുടെ വീട്ടിൽ ചെന്നപ്പോഴത്തേന് ആന്റിയുടെ സെർവന്റ് മേശവൻ അവിടെ കയറി നിന്നിട്ട് അമ്മകളിൽ നിന്ന് അലമാരിയിൽ നിന്ന് ഡബ്ബാസ് ഒക്കെ എടുത്തു കവറിലിട്ട് തന്നു. ഞങ്ങൾ അന്നേരം തന്നെ ആന്റി പ്രാർത്ഥിച്ചു. ഞങ്ങൾ തിരിച്ചിറങ്ങി സാക്കിനാക്കെ വന്നപ്പോഴത്തേന് എൻ്റെ മോൻ എന്നോട് പറയുക, ഡാഡി എനിക്കൊരു ആപ്പിൾ വാങ്ങിച്ചു തരാം. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, ആപ്പിൾ വാങ്ങിച്ചു തരാം. അങ്ങനെ ഞങ്ങള് ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ തള്ളിക്കൊണ്ട് പോകുന്ന ഉന്തുവണ്ടിക്കാരനെടുത്ത് ചെന്നിട്ട് ആപ്പിളിന് വില ചോദിക്കുമ്പോൾ അന്ന് തന്നെ ആപ്പിള് 82 അത്രയൊക്കെ ഉള്ളൂ. പക്ഷെങ്കിൽ ഒരാപ്പിൾ ഞാൻ തൂക്കിയെടുത്തപ്പോഴത്തേന് അത് 22 രൂപ 24 രൂപ വിലയാ. പക്ഷെ എൻ്റെ കയ്യില് ഉള്ള ചില്ലറ കൊടുത്തു കഴിഞ്ഞാല് എനിക്ക് വണ്ടിക്ക് പോകാനായിട്ട് വീണ്ടും അവിടുന്ന് ബസ് കയറി വേണം കൂടുതൽ ചെല്ലാനായിട്ട്. അപ്പൊ എനിക്ക് ഫുള്ള് പോകാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു, മോനെ പിന്നെ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. ഓക്കെ, അവൻ സമ്മതിച്ചു. ഓക്കെ എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് ബസ്സിൽ കയറി ഇരിക്കുമ്പോൾ ദൈവമക്കളെ, എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ മറക്കാനാകാത്ത ഒരു സംഭവം അവിടെ ഉണ്ടാകുക. കയ്യില് ലക്ഷങ്ങള് ഞാൻ കൈകാര്യം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ എൻ്റെ മോൻ ഒരു ആപ്പിൾ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ വേദനിച്ച് എൻ്റെ കണ്ണ് നിറഞ്ഞിരുന്ന് ഞാൻ അവനും കൂടി വീട്ടിൽ ചെല്ലുമ്പോഴത്തേന് എൻ്റെ വൈഫ് ചോദിച്ചു എന്ത് പറ്റി. ഞാൻ പറഞ്ഞു, ഇവനിങ്ങനെ ചോദിച്ചിട്ട് ആപ്പിൾ വാങ്ങിക്കാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങൾ ആ കയറുന്ന റൂമിൽ തന്നെ എൻ്റെ വൈഫ് എൻ്റെ കയ്യിൽ നിന്ന് കവർ വാങ്ങിച്ച് അതിങ്ങനെ തുറക്കുമ്പോഴത്തേന് ദൈവമക്കളെ, അത്ഭുതം, ഒരു ഡബ്ബായ്ക്കകത്ത് ഒരു ആപ്പിൾ ഇരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും ഇതെങ്ങനെ സംഭവിച്ചു. ഇന്ന് എനിക്ക് പറയാൻ പറ്റും, ഏലിയാവിനെ കൊണ്ട് അത്ഭുതം ചെയ്ത കർത്താവ്. ഹല്ലേലൂയ. 5 അപ്പത്തെ കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചവൻ. ഹല്ലേലൂയ. ആ മീന്റെ വായിൽ ദ്രഹ്മപ്പണം വെച്ചവൻ, അവൻ ഇന്നും ജീവനോടെ ഉള്ളതിന്റെ തെളിവാണ് ദൈവമക്കളെ. അത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാക്ഷ്യമാണ്. ആമേൻ. ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു സംശയത്തിന്റെ പുറത്ത് ആന്റിയെ വിളിച്ചു ചോദിച്ചു. ആന്റി പറഞ്ഞു, നെവർ, ഞാൻ ഒരിക്കലും അങ്ങനെ, നിങ്ങൾക്ക് ആപ്പിൾ വാങ്ങിച്ചു തരണമെങ്കിൽ ഞാൻ 1 കിലോ അല്ലെങ്കിൽ അങ്ങനെയല്ല വാങ്ങിച്ചു തരത്തുള്ളൂ. കർത്താവിന്റെ അത്ഭുത പ്രവൃത്തി ഞങ്ങൾ കാണുക. ആ നാളുകളില് ആ ഡബ്ബ ശൂന്യമായിട്ടിരിക്കുന്ന ഡബ്ബകളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവിന്റെ മിറക്കിളുകള്, ആ സമയത്ത് ഒരുപാട് സൊസൈറ്റി ടീ പാക്കറ്റ് ഒക്കെ വാങ്ങിച്ചന്ന് ഞങ്ങൾ യൂസ് ചെയ്ത് ദൈവമക്കളെ, അവിടുന്ന് കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചിട്ട് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ലജ്ജിച്ചു പോകത്തില്ല. അനുഗ്രഹിച്ചെന്ന് പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾ വാടകയ്ക്കൊക്കെ താമസിക്കുന്നത്. കാരണം എൻ്റെ സ്വന്തം വീട് ഞാൻ ഏറ്റുമാനിൽ അടച്ചിട്ടത് ഉപേക്ഷിച്ച് പിന്നീട് എൻ്റെ പിതാവ് അവിടെ പിതാവിന്റെ കസ്റ്റഡിയിലായി മാറി.
അങ്ങനെ അതെല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞതാണ് ഞങ്ങള്. അപ്പൊ ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു. എന്റെ വൈഫിന്റെ വീട്ടുകാരാണെങ്കിൽ അവര് ഒരു 2019 എന്റെ വൈഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് സ്വത്തൊന്നും തരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവര് ഉള്ളതും കൂടെ ആ പോർഷൻ എഴുതി വാങ്ങിക്കുക ചെയ്തത്. ഞങ്ങൾ ഇന്നും താമസിക്കുന്ന വാടക വീട്ടിലൊക്കെ, പക്ഷെ ആ വീട്ടിൽ താമസിക്കുമ്പോൾ പോലും അതിൻ്റെ അകത്ത് വലിയൊരു സന്തോഷത്തെ ഞങ്ങൾക്ക് ഇന്ന് അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ട്. എന്റെ ആ ട്വിൻസിലൊരു മോൻ, അവൻ കീബോർഡ് വായിക്കുകയൊക്കെ ചെയ്യും. അവൻ കീബോർഡ് വായിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ പൂനെ വരികയൊക്കെ ചെയ്യും. രാവിലത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞ് ഞങ്ങള് പൂനെക്ക് പോകും. ഞങ്ങൾ പൂനെ ചെന്നിട്ട് രാത്രി 2 മണി 3 മണി, അവൻ പരീക്ഷയുടെ 2 ദിവസം മുമ്പ് വരെയൊക്കെ അവൻ ഞങ്ങളോട് കൂടെ വരുമായിരുന്നു. ഒരു പരാതിയുമില്ലാതെ കർത്താവ് അവനെ മാനിച്ചു. ഒരു ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുമ്പോഴത്തേന് അവൻ എന്റെ വൈഫിനോട് ചോദിച്ചു, നിങ്ങളിങ്ങനെ ബിസിനസ് ഒക്കെ ഇട്ടിട്ട് വന്നത് കൊണ്ട് ഞങ്ങൾക്ക് എങ്ങനെ ഹയർ സ്റ്റഡീസ് ഒക്കെ ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് വീടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇട്ടിട്ട് വന്നതുകൊണ്ട്. അവൻ ചോദിച്ച ചോദ്യം ശരിയാ അല്ലെ? അവൻ ചോദിച്ച ചോദ്യം ശരിയാ. അവന് ഹയർ സ്റ്റഡീസിനൊക്കെ പോകാനായിട്ട് യാതൊരു സോഴ്സും ഇല്ല. നിങ്ങൾക്കറിയാം, ഒരു ദേവദാസനെ സംബന്ധിച്ചോളം ഒരു ബാങ്കുകാരൻ ലോൺ തരത്തില്ല, ഒരാളും സഹായിക്കത്തില്ല. കാരണം കർത്താവ് വിശ്വാസത്തിൽ പോകുന്നതാ. എങ്കിൽ കർത്താവിന്റെ അത്ഭുത പ്രവൃത്തി. അവൻ കീബോർഡ് വായിക്കാനായിട്ട് പലയിടത്ത് പോകുമായിരുന്നു. അവന് +2 കഴിഞ്ഞപ്പോൾ തന്നെ അവന് അമേരിക്കൻ സ്കൂളിലും അതുപോലെ ജർമ്മൻ സ്കൂളിലൊക്കെ അവിടെ പഠിപ്പിക്കാനായിട്ട് പോയി. അവന്റെ കയ്യിൽ ചെറിയ ഇൻകം ഒക്കെ വരുമായിരുന്നു. അവന് അവരുടെ കീബോർഡ് വായിക്കുന്നത് ഒരു വ്യക്തി കാണുവാനായിട്ട് ഇടയായി മാറി. ആ വ്യക്തിയുമായിട്ട് ഇവന് കൂട്ടായി. ഞങ്ങളെ അറിയത്തൊന്നുമില്ല ആ വ്യക്തിക്ക്. അദ്ദേഹം ഇവനുമായിട്ട് സ്നേഹബന്ധത്തിലായി. ചില അവനുമായിട്ട് പരിചയപ്പെടുകയും അവനെ കാണുകയും ഒരു 1-2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ആ വ്യക്തി ഇവനുമായിട്ട് സംസാരിച്ച്, നിനക്ക് എവിടെയാ പോകാനായിട്ട് പഠിക്കാനായിട്ട്? ദൈവമക്കളെ, കർത്താവിന്റെ അത്ഭുത പ്രവൃത്തി അവിടെ നടക്കുക. കർത്താവിന്റെ അത്ഭുത പ്രവർത്തിച്ചത് ഇവൻ എവിടെ പഠിക്കണമെന്ന് ആഗ്രഹിച്ചോ അവൻ കാനഡയിൽ പഠിക്കുവാനായിട്ട് കർത്താവ് അവന് വേണ്ടി വഴി തുറന്നു. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ആ അത്ഭുത പ്രവൃത്തി അവിടെ നടക്കുക. ഇന്ന് അവൻ കാനഡയിൽ അവന് 2 വർഷത്തെ കോഴ്സാണ്, ഹയർ സ്റ്റഡീസ് കഴിഞ്ഞു. അതിനുശേഷം ഒരു ജോലിക്ക് വേണ്ടി കർത്താവ് വഴികൾ തുറന്നു അവനോട് ജോലി ചെയ്യുക. സ്തോത്രം. ഞാൻ ഇന്നും എടുത്തു പറയുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ഒരു വ്യക്തി ലജ്ജിച്ചു പോകാൻ ഇടവരത്തില്ല. അവരുടെ മുഖം പ്രകാശിതമായി എന്ന് ദൈവവചനം എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. എനിക്ക് കർത്താവ് തന്ന ഏറ്റവും എന്റെ ഹൃദയത്തെ തൊട്ട ഒരു വചനമുണ്ട്. ആ വചനത്തിന്റെ അകത്ത് കർത്താവിന്റെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ കാണുന്നത്. നമ്മൾ പലപ്പോഴും വിചാരിക്കും ഈ വചനമൊക്കെ നമ്മൾ വായിക്കുന്നതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രാവർത്തികമാകുന്നില്ലല്ലോ. കർത്താവ് ഒത്തിരി വിശ്വാസത്തിന്റെ വചനമൊക്കെ ഉണ്ടല്ലോ, ഇത് പ്രാവർത്തികമാകുന്നില്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും. കർത്താവ് എനിക്ക് തന്നൊരു വചനമാണ് 1 പത്രോസ് അതിന്റെ 3-ാം അധ്യായം 9-ാമത്തെ വചനം. അതായത് ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിപ്പി എന്ന് പറഞ്ഞ വചനം. 2009 കർത്താവ് എനിക്ക് ആ വചനം തരുന്നത്. ഞാൻ ആ വചനം വെച്ച് എന്റെ ഹൃദയത്തിലും വലിയ ഭാരമുള്ള ചില വ്യക്തികളുണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മുടെ ഹൃദയത്തിൽ നമ്മൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത, അല്ലെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഉപദ്രവിച്ച്, നമ്മള് ഒത്തിരി വേദനിച്ച് ഒക്കെ ആയി മാറിയ ചില ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ചിലപ്പോൾ അത് റിലേറ്റീവ്സ് ആകാം, ഫ്രണ്ട്സ് ആകാം, ഇൻലോസ് ആകാം, അല്ലെ, നെയ്ബേഴ്സ് ആകാം. അങ്ങനെയുള്ള വ്യക്തികൾ നമുക്ക് എത്ര നമ്മൾ ശ്രമിച്ചിട്ട് പോലും നമുക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റാത്ത ട്രോമായി കിടക്കുന്ന ചില വ്യക്തികളുടെ ഫേസുകളും ചിന്തകളും നമ്മുടെ ഉള്ളത്തിലുണ്ട്. എന്റെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് അത്. ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടിട്ടൊന്നും ആ ഭാരം എന്റെ ഉള്ളിൽ നിന്ന് മാറിയില്ല. ഞാൻ സത്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ സാക്ഷ്യം പറയാം. എന്റെ പിതാവ് കാരണം സമ്പന്നനായ ഒരു പിതാവ്. അദ്ദേഹം ബിസിനസ് ഒക്കെ 85 അദ്ദേഹം ബിസിനസ്സിൽ നിന്ന് മാറിയിട്ട് പോലും അദ്ദേഹത്തിന് സമ്പത്തിന് ഒരു കുറവുമില്ല. അവിടെ പലയിടത്ത് സ്ഥലങ്ങളും അങ്ങനെ ലോക രാജ്യങ്ങൾ അദ്ദേഹം സഞ്ചരിക്കുകയും 32 രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുകയൊക്കെ ചെയ്ത പിതാവ്. അദ്ദേഹം അന്നത്തെ സപ്പോർട്ടൊന്നും ചെയ്യാഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ ലോൺ എടുത്ത് ബിസിനസ് തുടങ്ങേണ്ട വന്നതും ആ ബിസിനസ് തകർന്നു വീണതിന്റെ ഒക്കെ റീസൺ. അപ്പൊ ഞാൻ എന്റെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി കഷ്ടപ്പാട് ഞാൻ അനുഭവിക്കാനായിട്ട് ഇടയായി മാറിയതൊക്കെ ആ വേദനയൊക്കെ. കാരണം പലപ്പോഴും വഴക്കുകൾ ഉണ്ടാകുമായിരുന്നു, പിതാവുമായിട്ട് പോലും വഴക്കുകൾ ഉണ്ടാകുമായിരുന്നു. അപ്പൊ അതൊക്കെ എനിക്ക് താങ്ങാവുന്നതിന്റെ ഒക്കെ അപ്പുറമായ ഒരു സ്ഥിതിവിശേഷമായിരുന്നു. അപ്പോൾ ഈ ഒരു ഭാരം എൻ്റെ ഉള്ളിൽ കിടക്കുന്നെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ വചനം കർത്താവ് എനിക്ക് തന്നപ്പോൾ ഞാൻ ഇങ്ങനെ വായിക്കുക അത് കറക്റ്റായിട്ട്. അതായത് ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിപ്പീൻ. വി കോൾ ഫോർ ദ ഇൻഹെറിറ്റൻസ് ഓഫ് ബ്ലെസ്സിങ്സ്, യു ബ്ലെസ് ദം എന്നുള്ളൊരു വേർഡ് എനിക്കത് വചനത്തിൽ നിന്ന് എനിക്ക് കർത്താവ് തന്ന ഒരു പ്രോമിസ് വേർഡ്. ഞാൻ എന്ത് ചെയ്തു? ആ വേർഡ് വെച്ച് ഞാൻ എൻ്റെ പിതാവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മക്കളെ, 2009 തൊട്ട് 2015 വരെ ഞാൻ എൻ്റെ പിതാവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ട് 2015 ഞാൻ എൻ്റെ പിതാവിനെ ഒന്ന് ഫോൺ വിളിച്ചു. ഞാൻ അദ്ദേഹം എങ്ങനെ സംസാരിക്കുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. മക്കളെ,
പക്ഷേ എങ്കില് പ്രതീക്ഷിച്ചതുപോലെയല്ല. അദ്ദേഹം ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് അന്ന് ആ പഴയതുപോലെ തന്നെ അദ്ദേഹം വീണ്ടും സംസാരിക്കുക. എന്റെ ഹൃദയത്തിൽ വേദനയായി. കർത്താവേ, ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചിട്ട് പോലും ഈ വചനം എന്താ പ്രവർത്തിക്കാത്തത്? നീ ജീവിക്കുന്നില്ലേ എന്നൊക്കെ എന്റെ ഉള്ളത്തിൽ സംശയം തോന്നി. 2015 അദ്ദേഹം ഫോൺ വെച്ചിട്ട് അദ്ദേഹം എനിക്ക് വളരെ വേദന എന്റെ ഹൃദയത്തിൽ വീണ്ടും ഉണ്ടായി. കാരണം ഒരു മാറ്റവും ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചിട്ട് സംഭവിക്കുന്നില്ലല്ലോ എന്നുള്ളൊരു വേദനയായിരുന്നു എന്റെ ഹൃദയത്തിൽ. ഞാൻ പിന്നെയും ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, ആ വചനം ഒന്ന് നല്ലതുപോലെ വായിക്കാൻ പറഞ്ഞു. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടത് കൊണ്ട് അപ്പൊ കർത്താവിനോട് പറയാം, നോക്ക് ആരനുഗ്രഹം അനുഭവിക്കണമെന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടിയിട്ട് അല്ല, നീ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു? ഞാൻ തകർന്നു കിടന്നപ്പോൾ എന്റെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ആരൊക്കെയോ പ്രാർത്ഥിച്ചിട്ടാണ് കർത്താവ് എന്നെ വിടുവിച്ചത്. എന്നെ തകർച്ചയിൽ നിന്ന് മാറ്റി, രോഗത്തിൽ നിന്ന് മാറ്റി, ബലഹീനതയിൽ നിന്ന് മാറ്റി എന്നെ ഇന്ന് അനേകർ അറിയുന്ന ലെവലിലാക്കിയെങ്കിൽ നീ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ വ്യക്തിയെ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. കാരണം കർത്താവിന്റെ മനോഭാവത്തെ നമ്മൾ ചിന്തിച്ചു കഴിയുമ്പോൾ കർത്താവ് നല്ലവർക്കും ചീത്തവർക്കും ഒരുപോലെ തന്നെ നന്മകൾ ചെയ്യുന്നു എന്ന് മഴയും വെയിലും കൊടുക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. അതുപോലെ കർത്താവിന്റെ ഒരു വചനമാണ് ശത്രുക്കളെ സ്നേഹിക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എന്ന് പറഞ്ഞു. താൻ ക്രൂശിൽ കിടക്കുമ്പോഴും കർത്താവ് പറയുന്നുണ്ട്, പിതാവ് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. അപ്പോൾ കർത്താവിന്റെ മനോഭാവത്തില് നമ്മൾ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ കർത്താവിന്റെ ആത്മാവ് നമ്മുടെ അകത്ത് വന്നു കഴിയുമ്പോൾ ആ പരിശുദ്ധാത്മാവിലുള്ള ചിന്ത വരുമ്പോഴത്തേനാണ് നമുക്കത് ഗ്രഹിക്കപ്പെടാൻ പറ്റുമോ. അങ്ങനെ പരിശുദ്ധാത്മാവിൽ എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ എന്റെ അനുഗ്രഹത്തിന് വേണ്ടിയല്ല, അതിനപ്പുറമായിട്ട് എന്റെ പിതാവിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട്. ആ ദൈവമക്കളെ, അങ്ങനെ ഞാൻ ഇന്ന് ബോംബെ താമസിക്കുന്ന വീട്ടിൽ ആ സോഫയിൽ മുഴങ്കാൽ മടക്കി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കുറച്ച് വല്ലാതെ എന്റെ ഹൃദയത്തിൽ സങ്കടമൊക്കെ വന്ന് ഞാൻ കരയാൻ തുടങ്ങി. ഞാൻ എന്റെ ഹൃദയത്തിൽ സങ്കടമൊക്കെ വന്ന് ഞാനിങ്ങനെ കരയുമ്പോഴത്തേന് എന്റെ പിതാവിന്റെ എന്റെ ജീവിതത്തിലൊക്കെ ചെയ്ത നന്മകളെ ഞാൻ ഓർക്കാൻ ഇടയായി മാറി. എന്റെ പിതാവ് ഞങ്ങളെ വളർത്തിയതും സഹായങ്ങൾ ചെയ്തതും അതുപോലെ ഞങ്ങളെ പഠിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിച്ചതും അങ്ങനെ നല്ല നാളുകൾ എന്റെ ഹൃദയത്തിൽ വരുവാനിടയായി. അദ്ദേഹം ഒത്തിരി കഷ്ടപ്പെട്ടു. അദ്ദേഹം യൗവനക്കായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബ തകർച്ചയുണ്ടായി, സാത്താൻ അവിടെ പ്രവർത്തിച്ചു എന്നൊക്കെ എനിക്ക് മനസ്സിലാകും. പക്ഷെങ്കിൽ അദ്ദേഹത്തിന്റെ ആ യൗവനകാലമൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതൊക്കെ എന്റെ ഉള്ളത്തിൽ വന്ന് എന്റെ ഹൃദയത്തിൽ അങ്ങനെ വല്ലാതെ സങ്കടമായി മാറി. എന്റെ ഹൃദയത്തിലെ കയ്പ് കണ്ണുനീരായിട്ട് പുറത്തു വരുവാനായിട്ട് കാരണമായി മാറി. അങ്ങനെ ഞാൻ എന്റെ പിതാവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. 2016 തൊട്ട് 2019 ദൈവമക്കളെ ഒരു അത്ഭുതം ഉണ്ടായി. അതായത് എന്റെ പിതാവ് എന്നെ വിളിക്കുക, എനിക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം തന്നെ ഞാൻ കോട്ടയത്ത് ചെന്ന് എന്റെ പിതാവിനെ കണ്ട മാത്രമല്ല, എന്റെ കസിന് എന്റെ വീട്ടിൽ പോകാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. എന്റെ കസിൻ എന്റെ പിതാവിനെ കൊണ്ട് കോട്ടയത്ത് വരാനായിട്ട് ഇടയായി മാറി. അങ്ങനെ എന്റെ പിതാവിനെ കണ്ട മാത്രയില് ഞാൻ കയറി ഹഗ് ചെയ്തു. കാരണം എന്റെ ഹൃദയത്തിൽ ഒരു ഭാരമില്ലാത്ത ഒരു അവസ്ഥ. അങ്ങനെ ദൈവമക്കളെ, അന്ന് 34 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ഒരു കട്ടിലെ കിടന്നുറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം കർത്താവ് ഒരുക്കി തന്നു. സ്തോത്രം, ഹല്ലേലൂയ. എന്റെ കർത്താവിനെ അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ ഒരു ഭാഗ്യം ലഭിച്ചത്. അങ്ങനെ അദ്ദേഹവുമായിട്ട് അന്നത്തെ രാത്രി മുഴുവൻ ചെലവഴിച്ച് പിറ്റേ ദിവസം ഞാൻ തിരിച്ചു ബോംബെക്ക് വരുവാൻ കാരണമായി മാറി. ബോംബെക്ക് തിരിച്ചു വന്നു. ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേന് ഏകദേശം 1 മാസം അടുത്ത് കാണും, അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ബോംബെ പറഞ്ഞു നിങ്ങളുടെ കൂടെ താമസിക്കണം, കുഞ്ഞുങ്ങളെയും വൈഫിനെ ഒക്കെ കാണണം. അങ്ങനെ ഞാൻ ഇന്ന് താമസിക്കുന്ന അതേ ബോംബെ വീട്ടിൽ അദ്ദേഹം വന്നിട്ട് ഞാൻ ഏത് സോഫയിൽ മുഴങ്കാൽ മടക്കിയിരുന്ന് പ്രാർത്ഥിച്ചോ അതേ സോഫയിൽ തന്നെ വന്നിരുന്ന അദ്ദേഹം എന്റെ സാക്ഷ്യം എന്റെ വാമൊഴിയായിട്ട് കേൾപ്പാൻ ഇടയായി മാറി. സ്തോത്രം, ഹല്ലേലൂയ. ദൈവമക്കളെ, എന്ന് മാത്രമല്ല അദ്ദേഹം ഈ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ കാരണമായി മാറി. സ്തോത്രം, ഹല്ലേലൂയ. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സാക്ഷ്യം അത്. അവിടുന്ന് ഞങ്ങളോട് കൂടെ 3 ദിവസം അദ്ദേഹം താമസിച്ചു. അദ്ദേഹം ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇതുപോലൊരു സന്തോഷം മറ്റ് 5 ബ്രദേഴ്സിന്റെ അവരുടെ വീട്ടിൽ പോയി താമസിച്ചിട്ടില്ല, പക്ഷെ അവിടെയൊക്കെ ചെല്ലുന്നിട്ടുണ്ട്. പക്ഷെ അവിടുന്ന് ഒന്നും കിട്ടാത്തൊരു വലിയ സന്തോഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഇടയായി മാറി. മറ്റൊന്നുമല്ല, പരിശുദ്ധാത്മാവിന്റെ സന്തോഷമാണ്. അദ്ദേഹത്തിന് ഭയങ്കര ഹാപ്പി ആയി മാറി. അങ്ങനെ എന്റെ പിതാവുമായിട്ട് ഞങ്ങൾ മോളിലൊക്കെ പോവുകയും ഡ്രസ്സുകൾ വാങ്ങിക്കുകയൊക്കെ ചെയ്യാനായിട്ട് അദ്ദേഹം വാങ്ങിച്ചു കൊടുക്കുമ്പോൾ, അന്ന് ആ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുമ്പോഴത്തേന് ആ ഡ്രസ്സ് വാങ്ങിക്കുന്ന സ്ഥലത്ത് നിന്ന് ആ കടയിൽ നിന്ന് അദ്ദേഹം കരയുക. അദ്ദേഹത്തിന്റെ കണ്ണുനീര് വരുന്നത് ഞാൻ കാണുന്നില്ല, എന്റെ വൈഫ് കാണുക. തിരിച്ച് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, അത്താന്ന ഞങ്ങൾ വിളിക്കുന്നത്. അത്ത അവിടെ നിന്ന് കരയുന്നത് കണ്ടു. അപ്പൊ എന്റെ വൈഫ് എന്റെ ഫാദറിനോട് ചോദിച്ചു, എന്തിനാ കരഞ്ഞത്? അപ്പോൾ അദ്ദേഹം പറയാ,
എനിക്ക് 27 വയസ്സുള്ളപ്പോൾ എൻ്റെ വിവാഹം നടക്കാനായിട്ട് ഞങ്ങൾ ഡ്രസ്സ് കൊണ്ട് കൊടുക്കുമായിരുന്നു. കൊണ്ട് കൊടുത്തപ്പോഴത്തേന് ആ ഡ്രസ്സ് എൻ്റെ മുഖത്ത് വലിച്ചെറിഞ്ഞിട്ട് എന്നെ വലിച്ചഴിച്ച് എൻ്റെ വീടിന് വെളി കൊണ്ടിട്ട് പൂട്ടാനായിട്ട് ഇടയായി മാറി. അദ്ദേഹം ആ കടയിൽ നിൽക്കുമ്പോഴത്തേന് അദ്ദേഹത്തിന് ഒരു മാനസാന്തരം അവിടെ ഉണ്ടാകുക ദൈവമക്കളെ. അതാ എൻ്റെ കർത്താവ് ഒരുവനെ രൂപാന്തരപ്പെടുത്തുന്നത്. അപ്പം ആ വ്യക്തിയുടെ ഹൃദയത്തിൽ മാനസാന്തരം ഉണ്ടായി അദ്ദേഹം അനുഗ്രഹിക്കപ്പെടാനും അദ്ദേഹത്തിന്റെ പാപങ്ങളെ ക്ഷമിക്കുവാനായിട്ടും എന്നിലൂടെ കർത്താവ് പ്രവർത്തിച്ച കർത്താവ് തന്ന ആ വചനത്തിന്റെ വെളിപ്പാട് എൻ്റെ ജീവിതത്തിൽ വലിയ രൂപാന്തരത്തെ വീണ്ടും കാരണമായി മാറി. അങ്ങനെ 3 ദിവസം കഴിഞ്ഞ് അദ്ദേഹം പോകാനായിട്ട് എഴുന്നേറ്റ് നിൽക്കുമ്പോഴത്തേന് ഈ ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചു കൊടുത്ത ആ ഡ്രസ്സൊക്കെ ഇട്ട് അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് അദ്ദേഹം എൻ്റെ കയ്യിൽ കുറച്ച് പൈസ എടുത്തിട്ട് ഞാൻ പറഞ്ഞു പൈസ ഒന്നും വേണ്ട, പിന്നെന്താ ഞാൻ ചെയ്യേണ്ടത്? ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ 5 പേരെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. 5 പേരെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ദൈവമക്കളെ, യാക്കോബ് തന്റെ മക്കളെ അനുഗ്രഹിച്ചതുപോലെ യോസേഫിന്റെ മക്കളെ അനുഗ്രഹിച്ചതുപോലെ ഞങ്ങൾ 5 പേരെ തലേ കൈവച്ച് എൻ്റെ പിതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ആ അനുഗ്രഹം അനേക പാപങ്ങളെ ക്ഷമിച്ച് ഹല്ലേലൂയ എൻ്റെ കർത്താവ് ക്ഷമിച്ചു തന്നു. അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുള്ള സന്തോഷം, എൻ്റെ പാപങ്ങൾ ഞാൻ അദ്ദേഹത്തിനോട് ചെയ്ത അല്ലെങ്കിൽ ആ ഞങ്ങൾ തമ്മിലുള്ള ആ എന്താ പറയാ ഡിസ്പ്യൂട്ടും കാര്യങ്ങളും എല്ലാം കർത്താവ് ഞാൻ ഏറ്റു പറഞ്ഞ് ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കടയിലൊക്കെ പോയി നിൽക്കുമ്പോഴത്തേന് ഈ കടയിൽ നിന്ന് ചെറുതായിട്ട് പൈസ ഒക്കെ എടുത്ത് മോഷ്ടിക്കുന്ന സ്വഭാവമൊക്കെ അവിടെ നിന്നല്ല അതെല്ലാം ഏറ്റു പറഞ്ഞ് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഏറ്റു പറഞ്ഞ് ആ കർത്താവ് ഹല്ലേലൂയ ആ പാപക്ഷമ അദ്ദേഹത്തിന്റെ ഹൃദയത്തെ ആ വലിയ സന്തോഷം കൊണ്ട് നിറയ്ക്കുന്ന ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി. സ്തോത്രം. അദ്ദേഹം തിരിച്ച് നാട്ടിൽ ചെന്നിട്ട് അദ്ദേഹം ചെയ്തത് എന്താണെന്നറിയാമോ? എൻ്റെ ബ്രദേഴ്സിനോട്, എൻ്റെ നെയ്ബേഴ്സിനോട്, കുടുംബ മീറ്റിംഗില്, കുടുംബ കൂട്ടായ്മ ഒക്കെ അവിടെയെല്ലാം ഞങ്ങളുടെ സാക്ഷ്യം എൻ്റെ പിതാവ് പറയുവാനായിട്ട് ഇടയായി മാറി. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ പിതാവ് മിക്ക ദിവസം വിളിക്കുകയും അങ്ങനെ 2019 ജൂലൈ മാസം 22-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്, ഈ ബോംബെ വന്നത്. എന്നാൽ 2019 തന്നെ ഏകദേശം ഡിസംബർ മാസം 31-ാം തീയതി എൻ്റെ പിതാവ് ഈ ലോകത്തു നിന്നും മാറ്റപ്പെട്ടു. ഹല്ലേലൂയ. ഞാൻ കാണുന്നത് സ്വർഗത്തിലെ അപ്പന്റെ ആ സ്നേഹമാ. ഒരു വ്യക്തി രൂപാന്തരം പ്രാപിക്കാൻ, ഒരു വ്യക്തിക്ക് രക്ഷ കിട്ടുവാൻ, ഹല്ലേലൂയ, ആ വ്യക്തിക്ക് നിത്യജീവൻ കിട്ടുവാൻ ദൈവമക്കളെ കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തതിലൂടെ അനേക വ്യക്തികളെ ഇന്ന് എന്റെ സഹോദരങ്ങളും എല്ലായിട്ട് സംസാരിക്കുകയും അവരുടെ വീട്ടിൽ പോവുകയും ആഹാരം കഴിക്കുകയും സംസാരിക്കുകയും അവർ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അവരുടെ പ്രാർത്ഥനാ വിഷയം തരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കർത്താവ് മാറ്റുവാനായിട്ട് ഇടയായി മാറി. സ്തോത്രം. നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നുവെങ്കിൽ കർത്താവിന് ആ വലിയ മഹത്വമേറിയ സുവിശേഷം ഇന്ന് ഞാൻ ഉയർത്തിപ്പിടിക്കുന്നതിൽ 2007 ഞങ്ങളുടെ ബിസിനസ് ഒക്കെ എല്ലാം വൈൻഡപ്പ് ചെയ്തു. അന്ന് മുതൽ ഇന്ന് വരെ മുഴുസമയ സുവിശേഷകനായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നത്. എനിക്കിന്ന് അതിൽ അഭിമാനത്തോടു കൂടി എനിക്ക് പറയാൻ പറ്റും. കാരണം ഈ സുവിശേഷം അനേക വ്യക്തികളെ രൂപാന്തരപ്പെടുത്തുന്ന സുവിശേഷമാണ്. അനേക വ്യക്തികളെ ഹല്ലേലൂയ തീയിൽ നിന്ന് വലിച്ചെടുക്കാനും അവരുടെ പാപത്തിൽ നിന്ന് വലിച്ചെടുക്കുവാനും അവരെ നിത്യജീവൻ അവകാശിയാക്കി മാറ്റുവാനും ഈ നീതിയുടെ ധാർമ്മികതയുടെ ഹല്ലേലൂയ ഈ സുവിശേഷം ലോകം മുഴുവൻ ചെല്ലട്ടെ എന്ന് ഞാൻ കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ഇത് ക്രിസ്ത്യാനിറ്റി ഡോക്ടറിനൽ സംബന്ധമായിട്ട് തിയോളജിക്കൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷെങ്കിൽ നീതി സംബന്ധമായിട്ടോ ധാർമ്മികത സംബന്ധമായിട്ടോ ആ ഒറ്റ തിയോളജിയിലാണ് സകല ക്രിസ്ത്യാനിറ്റി നിൽക്കുന്നത്. ഇന്ന് കർത്താവിനെ അറിയുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് വാഗ്ദത്തം ചെയ്യുന്നത് നമ്മൾ വചനം വായിക്കുന്നത് പോലെ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതാ: അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഹല്ലേലൂയ. അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, അല്ലേ? അവന്റെ കൃപ എന്ന് പറയുന്നത് നമുക്ക് ലഭിച്ച ആ ഫ്രീഡം ഫ്രം ദി സിൻ, ആ പാപത്തിൽ നിന്നുള്ള മോചനമാ, നമുക്ക് ലഭിച്ച പുത്രത്വമാ, നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവാ, നമുക്ക് ലഭിച്ച നിത്യജീവന, നമുക്ക് ലഭിച്ച സന്തോഷമാ, നമുക്ക് ലഭിച്ച സമാധാനമാ. അതാണ് അവന്റെ കൃപ എന്ന് പറയുന്നത്. ആ കൃപയാണ് നമ്മളെ ഇന്ന് രൂപാന്തരപ്പെടുത്തുന്നത്. ആ കൃപയാണ് വീഴാതെ വണ്ണം കളങ്കമില്ലാത്തവനായി മഹിമ സന്നിധിയിൽ ആനന്ദത്തോടെ നിർത്തുമെന്ന് അവൻ നമ്മളോട് പറഞ്ഞ വാഗ്ദത്തം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളും ഇന്ന് ഈ ഒരു ടെസ്റ്റിമണിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവിന്റെ ഒരു അത്ഭുത പ്രവൃത്തി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. നിങ്ങൾ ഇതുവരെ യേശുവിനെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ദൈവമക്കളെ, ഇന്ന് യേശുവിനെ സ്വീകരിക്കുന്ന, എന്റെ കർത്താവിനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് അവരുടെ മതമല്ല മാറുന്ന, അവരുടെ മനസ്സാ. ഹല്ലേലൂയ. അവരുടെ മനസ്സാ ഈ രക്ഷകന് വേണ്ടിയിട്ട് ആ മനസ്സിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഈ ലോകത്തിൽ ഒരു മതത്തിനോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ ഒരു സംഘടനയ്ക്കോ തരാൻ പറ്റാത്ത വലിയ സമാധാനവും, സംഘടനയ്ക്ക് തരാൻ പറ്റാത്ത, ഒരു മതത്തിന് തരാൻ പറ്റാത്ത പാപത്തിന്റെ ആ മോചനവും, ഹല്ലേലൂയ,
അവൻ നമുക്ക് വേണ്ടി തന്നു. അവന്റെ സ്വന്തം ജീവനെ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. അവന്റെ ശരീരത്തെ ഉഴവുചാല് പോലെ ആക്കിയെന്ന് നമ്മൾ വായിക്കുന്നു, അല്ലെ? അവന്റെ തലയിൽ മുൾക്കിരീടം ചൂടി, അവൻ ചാട്ടവാറടി ഏറ്റു, നിന്ദിക്കപ്പെട്ടു, ലജ്ജിക്കപ്പെട്ടു. ഹല്ലേലൂയ. അവന്റെ പുറം ഉഴവുചാല് പോലെ ആക്കി. നമ്മുടെ രോഗത്തിന് വേണ്ടിയിട്ട് അവൻ പീഡനം ഏറ്റു. 3 ആണികളാൽ അവൻ തറയ്ക്കപ്പെട്ടു ക്രൂശിൽ കിടക്കുമ്പോൾ നഗ്നനായിരുന്നു എന്ന് വചനം എഴുതിയിരിക്കുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു എന്ന് വചനം എഴുതിയിരിക്കുന്നു. അവൻ ആളത്തമല്ലാത്തവനായി മാറി. ഹല്ലേലൂയ. അവനെ കണ്ടവർ പോലും തിരിച്ചറിഞ്ഞില്ല, അവന്റെ രൂപം മാറിപ്പോയി എന്ന് ദാനിയേൽ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നു. ദൈവമക്കളെ, ഇന്ന് ഹല്ലേലൂയ, എനിക്ക് നിങ്ങളോട് പറയാൻ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ അവന്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് പോക്കോ. നമ്മുടെ ജീവിതത്തിലെ, ഈ ലോകത്തിലെ ഭൗതികതയിലും നിത്യതയിലും എന്റെ കർത്താവ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് ഇവിടുന്ന് തുടങ്ങുക നിത്യജീവന്റെ വചനം. നമ്മൾ രൂപാന്തരപ്പെടുന്നത് മുതൽ നമ്മുടെ ജീവിതത്തിലെ ഏതെല്ലാം മേഖലയിൽ തകർച്ച ഉണ്ടായിരുന്നു, അത് സാമ്പത്തികമായിക്കോട്ടെ, ശാരീരികമായ രോഗമായിക്കോട്ടെ, അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയായിക്കോട്ടെ, എല്ലാത്തിനും കൂട്ടി യോജിപ്പിക്കാൻ കഴിവുള്ള ഒരു യൂണിവേഴ്സൽ ഗ്ലൂ, യൂണിവേഴ്സൽ ഹാലലുയ, ആ ഒരു സത്യമാണ് എന്റെ യേശു എന്ന് പറയുന്നത്. ഹാലലുയ. അവന് മതമില്ല, ഗോത്രമില്ല, വംശമില്ല. പല ജാതികളിലുള്ളവർ, പല വംശങ്ങളിലുള്ളവർ അവന്റെ അടുക്കലേക്ക് വരുവാൻ അവൻ അനുവദിച്ചത് കൊണ്ടാണ് എന്നെ പോലെ ഒരു സാധാരണ വ്യക്തിക്ക് യേശുവിനെ കാണുവാനായിട്ട്, യേശുവിന്റെ അടുക്കലേക്ക് വരാൻ സാധിച്ചത്. ഹാലലുയ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക ദൈവമക്കളെ. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളോട് ഞാൻ എന്താ പറയാ, നിങ്ങൾ ഇതുവരെ യേശുവിനെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടില്ലെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾ ആദ്യമായിട്ട് എന്നെ കേൾക്കുന്നത് അല്ലെങ്കിൽ ഈ സുവിശേഷത്തെ കുറിച്ച് അറിയുന്നെങ്കിൽ, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ഇപ്പോൾ തന്നെ നിങ്ങളൊരു പാപിയാണെന്ന് ഏറ്റുപറയുകയും നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയിട്ട് യേശു ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായി കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടുമെന്നുള്ള വചനം നിങ്ങൾ വിശ്വസിക്കുകയും അത് ഏറ്റെടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇന്ന് ഒരു പുതു സൃഷ്ടിയായി മാറുക. നിങ്ങളുടെ അവസ്ഥ മാറ്റം വരിക. സ്തോത്രം. ഇന്ന് മുതൽ അവസ്ഥയ്ക്ക് മാറ്റം വരിക. എന്നെ കേൾക്കുന്ന ഒരു വ്യക്തിയോട് കർത്താവേ, ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഇന്ന് എന്നെ കേൾക്കുന്ന വ്യക്തി അതായത് സൈനസൈറ്റിസിന്റെ പ്രോബ്ലമായിട്ട് ഇന്ന് വല്ലാതെ ഭാരപ്പെടുന്ന ഒരു വ്യക്തി എന്നെ കേൾക്കുന്നു. കർത്താവിന്റെ ആത്മാവ് പറയുന്നത് ഇപ്പോൾ തന്നെ ആ വ്യക്തിക്ക് പൂർണ്ണ സൗഖ്യത്തിന്റെ ശക്തി കൊടുക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുക. അനേക രോഗികൾ ഇന്നിവിടെ എന്നെ കേൾക്കുന്നവരുണ്ട്. ഇപ്പോൾ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ, ഞാനും ദേവദാസനും ഡാനിയൽ പാസ്റ്ററോടെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവിന്റെ അത്ഭുത പ്രവൃത്തി നിങ്ങൾ ഏത് ഭവനത്തിലിരുന്ന് കാണുന്നു, എവിടെ ഇരുന്ന് കാണുന്നു എന്നുള്ളതല്ല. നിങ്ങൾ ചിലപ്പോൾ ലോകരാജ്യങ്ങളിൽ എവിടെയെങ്കിലും ഇരുന്നായിരിക്കാം നിങ്ങൾ എന്നെ കേൾക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളൊരു വണ്ടിക്കകത്ത്, വാഹനത്തിന്റെ അകത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു മൊബൈലിലായിരിക്കാം, നിങ്ങൾ അല്ലെങ്കിൽ ഏത് ഇൻസ്ട്രുമെന്റിൽ നിന്ന് എന്നെ കേൾക്കുന്നു, എന്നെ കാണുന്നുവെങ്കിൽ ഇത് ഞാൻ ഉറപ്പിച്ച് പറയാം, നിങ്ങൾ ആയിരിക്കുന്നിടത്ത് നിങ്ങൾ മുഴങ്കാൽ മടക്കി കർത്താവിന്റെ സന്നിധിയിൽ കരങ്ങളെ ഉയർത്തുമെങ്കിൽ ഈ സ്വർഗം ഇപ്പോൾ തന്നെ അവിടെ വ്യാപരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഞങ്ങളിപ്പോൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ കർത്താവെ, ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ആ സ്വർഗം നിന്റെ സിംഹാസനവും ഭൂമി നിന്റെ പാദപിടമാകിയാൽ കർത്താവെ, ഞങ്ങൾ നിന്റെ പാദപിടത്തിൽ ഇരുന്ന് നിന്റെ പൊന്നു മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്ന കർത്താവെ, അങ്ങ് ഞങ്ങളെ വിടുവിക്കാൻ കഴിവുള്ള കർത്താവ് എന്ന് ഞങ്ങൾ അറിയുന്നു. സൃഷ്ടാവായ ദൈവം, യു ആർ എ ക്രിയേറ്റർ ലോർഡ്. വി ബിലീവ് ഇൻ യുവർ വേർഡ്സ് ആൻഡ് യുവർ മിറക്കിൾ. വി ബിലീവ് യു ലോർഡ്. കർത്താവ്, ഇപ്പോൾ തന്നെ എന്നെ കേൾക്കുന്ന എല്ലാ മക്കളുടെ ജീവിതത്തിലേക്ക് അങ്ങ് ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്യുന്ന കർത്താവ്, രോഗികൾ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനസ്ഥർ വിടുവിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. സാമ്പത്തിക ദാരിദ്ര്യത്തിൽ കിടക്കുന്നവർ, കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ദരിദ്രനായി മാറിയത് നമ്മൾ സമ്പന്നരാകാൻ വേണ്ടിയിട്ട്. കർത്താവിന്റെ അടിപ്പെടലാണ് നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് വചനം എഴുതിയിരിക്കുമ്പോൾ കർത്താവെ, ഇപ്പോൾ ഞാനത് വിശ്വസിക്കുന്നു കർത്താവെ, അതിനെ ഏറ്റെടുക്കുന്നു. സൗഖ്യത്തെ ഏറ്റെടുത്താട്ടെ. എന്റെ കർത്താവിന്റെ മഹാസാന്നിധ്യം കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളുടെ മേലും വ്യാപരിക്കട്ടെ എന്നടിയൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൂടി ഇരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യും. ഏറിയ നന്മകളാൽ നിറയ്ക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. എനിക്ക് നഷ്ടപ്പെട്ട ഭവനം എന്റെ കർത്താവ് എനിക്ക് മടക്കി തരുവാൻ കാരണമായി മാറി. ഹല്ലേലൂയ. അതാണ് ഉപേക്ഷിച്ച് കളഞ്ഞതിനെ കർത്താവ് നന്മയും കരുണയും ആയുഷ്കാലം നിന്റെ പിന്നാലെ വരുമെന്ന് ദൈവവചനം എഴുതിയിരിക്കുന്നത് പോലെ. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത്, ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ളത്, അത് നിത്യജീവനാണ്. അത് ഇന്നവരെ ലോകത്തിൽ ഒരു കണ്ണും കണ്ടിട്ട് നമ്മളോട് വന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെങ്കിൽ അതിന്റെ മുമ്പിൽ നമ്മുടെ ഈ ഭൗതികത ഒന്നുമല്ല. ഭൗതികത വേണ്ടതാണ്, പക്ഷെങ്കിൽ കർത്താവ് നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.
താങ്ക് യു കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മുഹമ്മദ് അഷറഫ് അവറുകൾ ഇത്രത്തോളം സമയം അനുഗ്രഹീതമായ ആ ജീവിതത്തിലെ ദൈവീയ ഇടപെടലുകളെ കുറിച്ച്, ദൈവീയ വിടുതലുകളെ കുറിച്ച്, ദൈവത്തെ അനുഭവിച്ചറിയുവാനിടയായി തീർന്ന നല്ല നാളുകളെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിനെ കർത്താവിന്റെ ദാസൻ നന്ദി അറിയിക്കുന്നു. ഞാൻ ഓർക്കുകയായിരുന്നു, ഒരു ബിസിനസ്സുകാരന്റെ മകനായി, ഒരു ബിസിനസ്സുകാരനായി ഈ ലോകപ്രകാരം ഒരു വലിയ ഒരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്ത ആ ഒരു നിലയില് സുഖത്തിൻ്റെതായ എല്ലാ ലോകത്തിന്റെ ആധുനികതയിലും സുഖലോലുപതയിലും ഒക്കെ ജീവിക്കുവാൻ അവസരമുണ്ടായിരുന്നു, അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള എല്ലാ ഡോറുകളും ഓപ്പൺ ആയിരുന്നപ്പോൾ ദൈവം തമ്പുരാന് വേണമെന്ന് ദൈവത്തിന്റെ പദ്ധതിയിൽ ദൈവം മുൻനിർണയപ്രകാരം തിരഞ്ഞെടുത്ത ഒരു വ്യക്തി എന്ന നിലയിൽ ആദ്യം ഈ ലോകത്തിന്റെ സാമ്രാജ്യങ്ങളൊക്കെ ഒന്ന് കണ്ട് കാണിച്ചു, എല്ലായിടത്തും ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി, എന്നിട്ട് അതെല്ലാം അങ്ങ് അടച്ചു, എല്ലാ വഴികളും അടച്ചു. പല നിലകളിലൂടെ സാധ്യതകളെല്ലാം ദൈവം തമ്പുരാൻ അടച്ചിട്ട് ആ വഴികളെല്ലാം അടച്ചിട്ട് ഒരു പുതിയ വാതിൽ തുറന്നു തന്നു. പുതിയൊരു വാതിൽ തുറന്നു തന്നു. സ്തോത്രം. ആ വാതിലൂടെ കയറുവാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, ഈ മീനെ പിടിക്കുന്നത് കണ്ടിട്ടില്ലേ, എല്ലാ വഴികളും കൊണ്ട് അടച്ചു വെച്ചിട്ട്, ചുറ്റും കൊണ്ട് അടച്ചു വെച്ചിട്ട് അവസാനം അതിനെ വട്ടത്തിലിട്ട് പിടിച്ചെടുക്കുന്ന പോലെ. കാരണം നമ്മൾ നമ്മുടേതായ വഴികൾ നമ്മൾ തിരഞ്ഞെടുക്കും. മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. നമ്മുടേതായ വഴികൾ നമ്മൾ തിരഞ്ഞെടുക്കും. നമ്മുടെ പാരമ്പര്യം, നമ്മുടെ അറിവ്, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ കഴിവുകളെല്ലാം നമ്മൾ യൂസ് ചെയ്യും. കാരണം നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി. അതുകൊണ്ട് ദൈവം തമ്പുരാൻ അതിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചില പരിപാടികൾ ചെയ്യും. അത് പക്ഷെ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അത് ദൈവം ഇങ്ങനെ ഇത്രയും കഠിനനാണോ ക്രൂരനാണോ എന്നൊക്കെ ചിലപ്പോൾ ചിലർ ചോദിക്കും. പക്ഷേ ആ ദൈവത്തിന്റെ മഹാസ്നേഹമാണ് അതിന്റെ പിന്നിലെന്ന് തിരിച്ചറിയുന്നത് വളരെയേറെ വൈകിട്ടായിരിക്കും. സ്തോത്രം. കർത്താവിന്റെ ദാസന്റെ ജീവിതത്തിൽ അന്നത്തെ അറിവനുസരിച്ച് നല്ല വഴിയാണ് തിരഞ്ഞെടുത്തതെങ്കിലും ദൈവത്തിന്റെ പ്ലാനിൻ പ്രകാരം വരാൻ വേണ്ടിയിട്ട് ആ വാതിലുകളെല്ലാം ദൈവം അടച്ചിട്ടൊരു വാതിൽ തുറന്നു തന്നു. ക്രിസ്തു ആകുന്ന വാതിൽ, നിത്യതയുടെ വാതിൽ, സ്വർഗത്തിന്റെ വാതിൽ. കർത്താവിന്റെ വേണ്ടി മാത്രമല്ല, നേരത്തെ ഞാൻ കേട്ടു, 400-ലധികം പേരെ സ്നാനപ്പെടുത്തി ജീവന്റെ പുസ്തകത്തിൽ അവരുടെ പേര് എഴുതപ്പെടുവാനിടയായി തീർന്നു. അല്ലേ? ഒരു ബിസിനസ്സുകാരനായിരുന്നു എങ്കിൽ ആ ഒരൊറ്റ കുടുംബത്തിന് മാത്രമേ അതിന്റെ നന്മയും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. പക്ഷെ ഇന്ന് 400-ലധികം കുടുംബങ്ങളിൽ ആ യേശുവിന്റെ സ്നേഹം ആയിരക്കണക്കിന് ആളുകളുടെ മുൻപാകെ പറയുവാൻ, പ്രസ്താവിക്കുവാൻ, ഉയർത്തി കാണിക്കുവാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നറിഞ്ഞതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം. ഞാൻ ഓർത്തു, എങ്ങനെയാണ് സംഭവിച്ചത്? ഒരു ഹിന്ദു പെൺകുട്ടി നയമാന്റെ ഭവനത്തില് വേലക്കാരിയായിട്ട് പിടിച്ചുകൊണ്ട് വന്നതായ ആ ഒരു കൊച്ചു ബാലിക, കുഷ്ഠരോഗി, ആ വ്യക്തിയുടെ ജീവിതത്തില് അവനെ വിടുവിക്കുവാൻ തക്കണ ഒരു വഴികാട്ടിയായിരുന്നത് പോലെ ഒരു ഹിന്ദു സഹോദരി ബൈബിൾ എടുത്ത് അവിടെ മേശയിൽ വയ്ക്കുന്നു. ദേവദാസിന്റെ ജീവിത പങ്കാളി അതെന്താണ്, എങ്ങനെയാണ് നിന്റെ കയ്യിൽ വന്നത് എന്ന് ചോദിക്കുന്നു. ആ പെൺകുട്ടി പറയുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്തോ. അവിടെ തുടങ്ങി ദൈവം കൊണ്ടുവന്ന ഒരു സാധ്യതയാണ്. ദൈവം കൊണ്ടുവന്നൊരു സാധ്യത. ഞങ്ങളെ കേൾക്കുന്ന അരോമ ടി വിയിലെ മാന്യ ശ്രോതാക്കളെ, പ്രേക്ഷകരെ, ഞങ്ങൾ പറയട്ടെ, നിങ്ങളുടെ വീട്ടിലും നിങ്ങളൊന്ന് തപ്പി നോക്കൂ. ചിലപ്പോൾ അവിടെ ഒരു ബൈബിള് കാണും, ഒരു സുവിശേഷത്തിന്റെ പ്രതി കാണും. അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഒന്ന് ഓപ്പൺ ചെയ്ത് യൂട്യൂബിൽ ഒന്ന് തപ്പി നോക്കൂ. ഇഷ്ടംപോലെ ദൈവവചനം നിങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷനുകളിൽ കിടപ്പുണ്ട്, നിങ്ങളുടെ വീട്ടിലുണ്ട്, നിങ്ങളുടെ കലണ്ടറിലുണ്ട്, നിങ്ങൾ ഉപയോഗിക്കുന്ന പത്രമാധ്യമങ്ങളിലുണ്ട്. എല്ലായിടത്തും ദൈവത്തിന്റെ വചനം എഴുതപ്പെട്ട് അറിഞ്ഞോ അറിയാതെ എല്ലാ വീടുകളിലും ഉണ്ട്. ഒറ്റ വീട്ടിൽ പോലും ദൈവവചനമോ ദൈവത്തിന്റെ നാമമോ ലേഖനം ചെയ്യാത്ത ഒരു ഭവനവും ഈ ഭൂമിയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ പറയട്ടെ സഹോദര സഹോദരി, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശുവിന് മാത്രമേ നിങ്ങളെ രക്ഷിപ്പാൻ കഴിയുകയുള്ളൂ. ഒരു മതത്തിനോ സംഹിതയ്ക്കോ ഒരു പ്രസ്ഥാനത്തിനോ ഒരു മനുഷ്യനെ രക്ഷിപ്പാൻ കഴിയത്തില്ല.
മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് കർത്താവായ യേശു ക്രിസ്തു എന്ന നാമം. ആ യേശുവിനെ ആര് സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായി കൊണ്ട് രക്ഷിക്കായി ഏറ്റുപറഞ്ഞ് യേശുവിനെ ദൈവമെന്ന് അംഗീകരിക്കുവാൻ തയ്യാറാകുമോ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു രക്ഷയുണ്ട്. ആ രക്ഷയുടെ സന്ദേശമാണ് കർത്താവിന്റെ ദാസൻ മുഹമ്മദ് അഷറഫ് നമ്മോട് ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബവും ഇന്ന് യേശുവിൻ്റെ നല്ല സുവിശേഷകരായി കർത്താവിന് വേണ്ടി അവർ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ദൈവം അവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞങ്ങളെ കേൾക്കുന്ന മാന്യ സുഹൃത്തുക്കളെ, നിങ്ങൾക്കും ഈ സന്തോഷം അനുഭവിക്കുവാൻ തക്കവണ്ണം കഴിയും. ഒരുപക്ഷെങ്കിൽ നിങ്ങൾ കടബാധ്യതയായിരിക്കാം, രോഗമായിരിക്കാം, കുടുംബകലഹമായിരിക്കാം, മറ്റേതെങ്കിലും ബിസിനസ് പരമായ പരാജയമായിരിക്കാം, ജപ്തി നടപടികളായിരിക്കാം, നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സങ്കീർണമായിരിക്കാം. പക്ഷെ അതൊക്കെ എന്തിനാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. നിങ്ങളുടെ വാതിലുകൾ അടയ്ക്കുക, അതെല്ലാം നിങ്ങളുടെ വാതിലുകൾ അടയ്ക്കുക, നിങ്ങളുടേതായ വാതിലുകളാണത്. എല്ലാം ദൈവം തമ്പുരാൻ അടച്ചിട്ട് ഒരു പുത്തൻ വാതിൽ നിങ്ങളുടെ മുൻപാകെ തുറക്കുന്നു. ആ തുറക്കപ്പെട്ട വാതിൽ കാണുവാൻ വേണ്ടി നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ ഉയരത്തിലേക്ക് ഉയർത്തൂ, തിരുവെഴുത്തുകളിലേക്ക് നോക്കൂ. ദൈവം നിങ്ങളുടെ മുൻപാകെ തുറന്നിട്ടിരിക്കുന്ന ആ വാതിൽ, ആ ശാശ്വതമായ വാതിൽ നിങ്ങൾക്കും ലഭ്യമാണ്. കർത്താവിന്റെ ദാസൻ ഓൾറെഡി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയും ആമേനെ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് യേശു രക്ഷകനായ നിങ്ങളുടെ സമീപമുണ്ട്. ആ യേശുവിനെ നിങ്ങളുടെ ഭവനത്തിലേക്ക്, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യൂ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇത്രത്തോളം സമയം ഞങ്ങളെ ക്ഷമയോടെ കൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നന്ദി, സ്നേഹം അറിയിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ തുടർന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. സ്ക്രീനിൽ കാണുന്നതായ നമ്പറിൽ ഞങ്ങൾക്ക് വാട്സപ്പ് സന്ദേശം അയയ്ക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുവരെ എല്ലാ പ്രിയപ്പെട്ടവരും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com